കേന്ദ്ര ഏജൻസികൾക്കാവുന്നില്ല എന്ന കാര്യമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനാകുക. റെയ്ഡിൻ്റെ ഭാഗമായിട്ട് കണ്ടെത്തുന്ന ഏത് കാര്യമായാലും സ്വാഭാവികമായിട്ടും പരിഹരിക്കാൻ സാധിക്കുന്ന ഒന്നായിരിക്കും. പിന്നെ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ എന്തുകൊണ്ടാണ് ഉണ്ടായത് എന്നുള്ളതിൻ്റെ പരിശോധന ഫലപ്രദമായിട്ട് നടത്തി തന്നെ വേണം എന്നാണ് എനിക്കത് സംബന്ധിച്ച് പറയാനുള്ളത്. അന്വേഷണം നടത്തണം. അപ്പോഴാണ് ഇതിൻ്റെ എല്ലാം കാര്യങ്ങൾ പുറത്തു വരിക. ഏതായാലും വളരെ പ്രധാനപ്പെട്ട മലയാളിയായ നമുക്ക് കേരളക്കാർക്ക് നല്ല പരിചയമുള്ള ഒരു വ്യവസായ ഗ്രൂപ്പിൻ്റെ പ്രമുഖ വക്താവാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അത് ഈ പശ്ചാത്തലത്തിലാണെന്ന് പറയുമ്പോൾ കുടുംബാംഗങ്ങൾ, സഹോദരൻ ഉൾപ്പെടെയുള്ളവർ അതിശക്തിയായ രീതിയിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പരിശോധിക്കട്ടെ എന്നാണ് സംബന്ധിച്ച് പറയുന്നത്. Other than income tax issue, he had no other issues. That I am very sure. He didn't have threat, he didn't have loan, he didn't have any other threats or anything. But I don't know what happened with the income tax. I will have to go find out. നമസ്കാരം. ഇന്ന് കേരളം ചർച്ച ചെയ്യുന്നത് ഒരു വ്യവസായിയുടെ മരണം മാത്രമല്ല, മറിച്ച് രാജ്യത്തെ ഭരണകൂട സംവിധാനങ്ങൾ സംരംഭകരുടെ ആത്മവിശ്വാസം തകർക്കുന്നുണ്ടോ എന്നതുകൂടിയാണ്. കോൺഫിഡന്റ് ഗ്രൂപ്പിൻ്റെ അധിപൻ CJ റോയിയുടെ അപ്രതീക്ഷിത വിയോഗം നമ്മെ ഒരു വലിയ ചോദ്യത്തിന് മുന്നിൽ എത്തിക്കുന്നു. കേന്ദ്ര ഏജൻസികൾ വേട്ടയാടാനുള്ളതാണോ അതോ വഴികാട്ടാനുള്ളതാണോ എന്നതാണത്. അന്വേഷണമോ വേട്ടയാടലോ, എന്താണ് നടന്നത്? ഭയത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുകയാണ് കേരളത്തിലെ വ്യവസായ ലോകം. കേരളത്തിൽ മാത്രമല്ല, രാജ്യത്ത് തന്നെയുള്ള വ്യവസായികൾ എന്ന് വേണമെങ്കിൽ പറയാം. ബംഗളൂരുവിലെ ലോങ്ഫോർഡ് റോഡിലുള്ള സ്വന്തം ഓഫീസിൽ വെച്ച് CJ റോയി എന്ന പ്രമുഖ മലയാളി വ്യവസായി സ്വയം വെടിയുതിർത്ത് മരിച്ചത് കേവലം ഒരു ആത്മഹത്യയായി കാണാനാകുമോ? ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്നതിനിടെ മറ്റൊരു മുറിയിൽ പോയി അദ്ദേഹം തൻ്റെ ലൈസൻസുള്ള തോക്കെടുത്ത് സ്വയം മരണം വരിച്ചുവെങ്കിൽ ആ മനുഷ്യൻ അനുഭവിച്ച മാനസിക സമ്മർദ്ദം എത്രത്തോളമായിരിക്കും? കഴിഞ്ഞ ഡിസംബറിൽ തുടങ്ങിയ റെയ്ഡുകൾ, ദിവസങ്ങളോളം നീണ്ട ചോദ്യം ചെയ്യലുകൾ, റോയിയുടെ സഹോദരൻ വെളിപ്പെടുത്തിയതുപോലെ കേന്ദ്ര ഏജൻസികളുടെ, ആദായ നികുതി വകുപ്പിൻ്റെ കടുത്ത സമ്മർദ്ദം, അതാണോ അദ്ദേഹത്തെ ഈ കടുങ്കൈക്ക് പ്രേരിപ്പിച്ചത് എന്നത് അറിയാനുണ്ട്. വ്യവസായം നടത്തി നാടിന് തൊഴിലും വരുമാനവും നൽകിയ ഒരാൾക്ക് ക്രിമിനലിനേക്കാൾ മോശമായ പരിഗണനയാണോ ലഭിച്ചത്? കോൺഫിഡന്റ് ഗ്രൂപ്പിൻ്റെ തലവന് പോലും സ്വന്തം കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നു എന്നത് ജനാധിപത്യത്തിന് നാണക്കേടാണ്. കിറ്റക്സ് ഗ്രൂപ്പ് ചെയർമാൻ സാബു M ജേക്കബിൻ്റെ രാഷ്ട്രീയ നീക്കം നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞയാഴ്ച തൻ്റെ 2020 പാർട്ടിയെ NDA സഖ്യത്തിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് അദ്ദേഹം അടിയറവ് പറയുന്നത് നമ്മൾ കണ്ടു. അതൊരു രാഷ്ട്രീയ ആത്മഹത്യ എന്നാണ് ഇപ്പോഴും പലരും വിശേഷിപ്പിക്കുന്നത്. ഒന്നുകിൽ CJ റോയിയെ പോലെ ഏജൻസികളുടെ സമ്മർദ്ദത്തിന് മുന്നിൽ ജീവൻ വെടിയുക എന്നാണോ? അതല്ലെങ്കിൽ സാബു ജേക്കബിനെ പോലെ എല്ലാ വിവേചനങ്ങളും മാറ്റിവെച്ച് ഭരണപക്ഷത്തിൻ്റെ തണലിൽ അഭയം പ്രാപിക്കുക എന്നാണോ? ഈ വഴികൾ മാത്രമേ ഇന്ന് രാജ്യത്തെ സംരംഭകർക്ക് മുന്നിൽ ഉള്ളൂ. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് വ്യവസായികളെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി വളച്ചൊടിക്കുന്ന ഈ ഏജൻസി രാഷ്ട്രീയം, അങ്ങനെയാണെങ്കിൽ അത് എങ്ങോട്ടേക്കാണ് പോകുന്നത്? ബിസിനസ് ചെയ്യുന്ന ഒരാൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയില്ലേ? ഏജൻസികൾ തന്നെ സംരംഭകരുടെ മൃത്യുപാശമായി മാറുന്നുണ്ടോ? കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ്റെ കോൺഫിഡൻസ് തകർത്തത് ആരാണ്? ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നവർ: CPIM നേതാവ് ഡോക്ടർ VPP മുസ്തഫ, BJP വക്താവ് അഡ്വക്കേറ്റ് P കൃഷ്ണദാസ്, ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് N ലാൽകുമാർ എന്നിവർ. ഏറ്റവും ആദ്യം അഡ്വക്കേറ്റ് കൃഷ്ണദാസ്, രാജ്യത്തിന് അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. രാജ്യത്തെ വ്യവസായ സമൂഹത്തിന് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ CJ റോയിയുടെ മരണത്തിന് ശേഷം നമ്മുടെ മുമ്പിലുണ്ട്. എന്താണിപ്പോൾ രാജ്യത്തിന് നമ്മുടെ മുമ്പാകെ പറയാൻ പറ്റുന്ന ഉത്തരങ്ങൾ? ഡോക്ടർ ലാൽ, അത് ഞാനല്ലല്ലോ പറയേണ്ടത്. അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളിൽ നടന്നിട്ടുള്ള റെയ്ഡിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഓഫീസാണ് എന്തിനു വേണ്ടിയിട്ടാണ് റെയ്ഡ് നടന്നത്, എന്തൊക്കെ വിശദാംശങ്ങളാണ് ആവശ്യപ്പെട്ടത്, അതിലെന്തൊക്കെ നൽകാൻ കഴിഞ്ഞു, അതിലെന്തൊക്കെ നൽകാതെയുണ്ട്, അതിലെന്തെങ്കിലും പൊരുത്തക്കേടുകളുണ്ടോ,
അതിൽ വീണ്ടും അന്വേഷണം നടത്തേണ്ടതുണ്ടോ? അദ്ദേഹം കൊടുത്തിട്ടുള്ള രേഖകൾ, ആവശ്യപ്പെട്ട രേഖകൾ കൊടുത്തത് പൂർണ്ണമായിരുന്നു. ഈ തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടത് അവരുടെ ബിസിനസ് ഗ്രൂപ്പാണ്, അതല്ലെങ്കിൽ അവരുടെ ഓഫീസാണ്. അത് ഞാൻ ഉത്തരം പറയേണ്ടതില്ല. 2, അദ്ദേഹത്തിൻ്റെ മരണത്തിൽ എല്ലാവർക്കും വേദനയുണ്ട്, എല്ലാവരും അതിൽ ദുഃഖിക്കുന്നവരാണ്. ഒരാൾക്കും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് സംഭവിച്ചത്. നമ്മുടെ രാജ്യത്ത് ഇതിനു മുൻപും പല സ്ഥലങ്ങളിലായി, ഡൽഹിയിലാണെങ്കിലും കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും ഒക്കെ ബിസിനസ് ചെയ്യുന്ന ധാരാളം ആളുകൾ, കർണാടകത്തിൽ തന്നെ വലിയ ബിസിനസ് ഗ്രൂപ്പിൽപ്പെട്ടിട്ടുള്ള ആളുകൾ, അവർ നേരത്തെയും അവർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടാകാം, അവരുടെ ബിസിനസ് സാമ്രാജ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ബിസിനസ് താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ അതിൻ്റെ സമ്മർദ്ദങ്ങളുണ്ടാവാം. അതൊന്നും നമുക്കറിയില്ലല്ലോ. നമുക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിയുന്നത് അദ്ദേഹം ഇന്നലെ സ്വയം വെടിയുതിർത്ത് മരിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മരണത്തിൽ അഗാധമായിട്ടുള്ള ദുഃഖം രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ അതിനെ സംബന്ധിച്ച് കർണാടകത്തിലെ സർക്കാർ അന്വേഷണം നടത്തുന്നുണ്ടല്ലോ. അവരുടെ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പുറത്തു വരട്ടെ, എന്തായിരുന്നു സംഭവിച്ചത്, എന്താണ് നടന്നത് സംബന്ധിച്ച്. ഇതെന്തുകൊണ്ടാണ് അങ്ങയോട് ചോദിക്കുന്നത് എന്നുള്ളതിന് ഞാനൊരു വിശദീകരണം തരാം. അങ്ങ് ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ വക്താവായിട്ടാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഈ രാജ്യം ഭരിക്കുന്നവർ നൽകേണ്ട മറുപടിയാണ് രാജ്യത്തെ ഒരു ഏജൻസിയുടെ ചോദ്യം ചെയ്യലിനിടയിൽ ഒരു വ്യവസായി, അത് ലോകമറിയപ്പെടുന്നൊരു വ്യവസായി ആത്മഹത്യ ചെയ്യുന്നൊരു ഘട്ടത്തിലേക്ക്, ആത്മഹത്യയാണോ മറ്റെന്താണ് നടന്നതെന്ന് നമുക്കറിയില്ല, അദ്ദേഹത്തിന് ജീവൻ പോകുന്നൊരവസ്ഥ ഉണ്ടായത് എന്തുകൊണ്ടാണെന്ന് പറയേണ്ടത് ആ ഏജൻസികളെ നയിക്കുന്ന കേന്ദ്ര സർക്കാരാണ്. ആ സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയുടെ വക്താവായതുകൊണ്ടാണ് അങ്ങയോട് ഈ ചോദ്യം ചോദിച്ചത്. അത് മറ്റാരെങ്കിലും ആ മരണത്തെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും പോലീസ് ഏജൻസി അത് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അവർ പറയട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണോ കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത്? അല്ല, അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇൻകം ടാക്സിൻ്റെ ഉദ്യോഗസ്ഥന്മാർ പരിശോധന നടത്തിയിരുന്നു. അവരുടെ പരിശോധനകൾ തുടർന്നുകൊണ്ടിരുന്നിരുന്നു. ആ ഘട്ടത്തിൽ അദ്ദേഹം സ്വയം മരണത്തിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായി എന്നുള്ളതാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. പോലീസ് അന്വേഷണത്തിൽ മാത്രമേ അതിലെന്തെങ്കിലും മറ്റുള്ള വസ്തുതകളുണ്ടോ എന്നുള്ളത് പുറത്തു വരാൻ വേണ്ടി കഴിയൂ. ഇൻകം ടാക്സിൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകളോ ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണങ്ങളോ പുറത്തു വന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, ഇതുവരെ പെട്ടിട്ടില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ പറയട്ടെ. മറ്റൊന്ന്, എന്ത് വിഷയത്തിൻ്റെ പേരിലായിരുന്നു റെയ്ഡ് നടന്നിരുന്നത്, എന്തിനു വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ആ തരത്തിലുള്ള പരിശോധന നടന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ള രേഖകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചും വിശദീകരിക്കേണ്ടത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അതിന് രാഷ്ട്രീയ താല്പര്യമില്ല. അത് ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുന്ന, അതല്ലെങ്കിൽ സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന അദ്ദേഹം സമർപ്പിച്ചിട്ടുള്ള രേഖകളുടെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമർപ്പിച്ചിട്ടുള്ള രേഖകളുടെയോ ഒക്കെ പരിശോധനയോ അതിൻ്റെ കൂടുതൽ പരിശോധനയോ ആയിരിക്കും നടന്നിട്ടുണ്ടാവുക. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ആദ്യത്തെ പരിശോധന അല്ല രാജ്യത്ത് നടക്കുന്നത്. ഒരുപക്ഷെ 25 വർഷത്തിൽ കൂടുതലായി വ്യവസായിയായി തുടരുന്ന റോയും ആദ്യമായിട്ടായിരിക്കില്ല ഇത്തരം ഏജൻസികളെ അഭിമുഖീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഇൻകം ടാക്സ് റെയ്ഡ് നടക്കുന്നു എന്നതുകൊണ്ട് അദ്ദേഹം ആത്മഹത്യയിലേക്ക് പോകണോ എന്നത് എല്ലാവരും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അതുകൂടാതെ അങ്ങ് തന്നെ പറഞ്ഞതുപോലെ കർണാടകത്തിൽ തന്നെ മുൻപും ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ജീവൻ പോകുന്ന കാര്യങ്ങൾ, ഇത്തരം റെയ്ഡുകളെ തുടർന്ന് സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ ഒരു അന്വേഷണം, ഈ കാര്യങ്ങൾ തന്നെ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ ഏജൻസികളെ സംശയത്തിൽ നിർത്തിക്കൊണ്ടൊരു അന്വേഷണം വേണ്ടി വരുന്നുണ്ടോ? അങ്ങനെ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചോദിക്കുന്നത്. അല്ല, അതിൽ ഏതെങ്കിലും തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്രചരണങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള പ്രചരണങ്ങളോ നടക്കുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അത് രാഷ്ട്രീയപരമായും അറിയില്ല, അല്ലാതെയും അറിയില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഏതൊരു വ്യവസായ സ്ഥാപനത്തെ സംബന്ധിച്ചും ഏതൊരു സംരംഭകനെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, വ്യവസായവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ അതിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള റിട്ടേണുകളുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ അതിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള കണക്കുകളുടെ കാര്യത്തിൽ ഏതെങ്കിലും സംശയമുണ്ടായാൽ ഉദ്യോഗസ്ഥന്മാർ പരിശോധിക്കുക എന്നുള്ളത് സ്വാഭാവികമായി നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിൽ അദ്ദേഹം അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ അത് ആദ്യമായിട്ട് നടക്കുന്നൊരു കാര്യമായിരിക്കില്ല. അദ്ദേഹം ഒരു വ്യവസായി എന്നുള്ള നിലക്ക് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ ഈ തരത്തിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരോ സർക്കാർ സംവിധാനങ്ങളോ പല ഘട്ടങ്ങളിലും പരിശോധനകൾ നടത്തിയിട്ടുണ്ടാവും. ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ച് പോലീസ് അന്വേഷണമാണ് വേണ്ടത്. അത് നടക്കട്ടെ. കൃഷ്ണദാസ്, ഞാൻ ഒന്നുകൂടി ഓപ്പൺ ആയിട്ട് ഞാൻ ആ ചോദ്യത്തിലേക്ക് വരാം, എന്നിട്ട് ഞാൻ അടുത്ത അതിഥികളിലേക്ക് പോകാം. കാരണം ആ ചോദ്യം കുറച്ച് രാഷ്ട്രീയമായി തന്നെ ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. കാരണം രാഷ്ട്രീയമായ ചോദ്യമായ
ആയതുകൊണ്ട് അത് അങ്ങയോട് ഇപ്പോൾ ചോദിക്കുകയാണ്. ഇത്തരത്തിൽ ഏജൻസികളെ പല രീതിയിൽ, ഒരു ഏജൻസി മാത്രമല്ല, ആദായ നികുതി വകുപ്പിനെ മാത്രമല്ല, മറ്റ് പല ഏജൻസികളെ, കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട കക്ഷികൾ ഇത്തരത്തിലുള്ള ആളുകളെ സമീപിക്കുന്നു. പല പവർ സെൻറ്റേഴ്സിനെയും, അത് ഇക്കണോമിക് പവറാകാം, അതല്ലെങ്കിൽ പൊളിറ്റിക്കൽ പവറാകാം, മറ്റു തരത്തിൽ സമൂഹത്തിൽ സ്വാധീനമുള്ള സാമുദായിക ശക്തികളാകാം, അവരെയൊക്കെ ഇത്തരത്തിൽ സമീപിക്കുന്നുണ്ട്. അവർ കൂടെ നിന്നില്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്, സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി കേരളത്തിൽ നിന്ന് ചൂണ്ടിക്കാട്ടുന്നത് ഒരു 2020 എന്നൊരു പാർട്ടി NDAയുടെ ഭാഗമായതാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ സംശയിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇതിൻ്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന ചോദ്യം കൂടി ഉയരുന്നത്. അതിന് BJPക്ക് മറുപടി പറയേണ്ടി വരുന്നുണ്ടോ? അങ്ങനെ ഒരു സമ്മർദ്ദവും BJPയുടെ ഭാഗത്തുനിന്നോ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ ഭരിക്കുന്ന കക്ഷി എന്നുള്ള നിലക്ക് ഒരു വ്യവസായിക്കോ ഒരു വ്യവസായ സ്ഥാപനത്തിനോ ഉണ്ടായതായി അവരാരും പറഞ്ഞിട്ടില്ല. പിന്നെ അങ്ങ് സൂചിപ്പിച്ച പേര് കിറ്റക്സിനെ സംബന്ധിച്ചാണെങ്കിൽ, 2020യെ സംബന്ധിച്ചാണെങ്കിൽ അവരുടേത് രാഷ്ട്രീയ നിലപാടാണ്. അവർക്ക് രാഷ്ട്രീയപരമായി പഞ്ചായത്തുകൾ ജയിച്ചിട്ടുള്ള പാർട്ടിയാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ 2ാം സ്ഥാനത്ത് വന്നിട്ടുള്ള പാർട്ടിയാണ് ആ മണ്ഡലത്തിൽ. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ രാഷ്ട്രീയ നിലപാടുണ്ട്. അവർ കേരളത്തിൽ BJPയോടൊപ്പം അല്ലെങ്കിൽ NDAയോടൊപ്പം വരിക മാത്രമല്ലല്ലോ ചെയ്തത് ഡോക്ടർ ലാൽ. അവർ കേരളം വിട്ട് പോയില്ലേ, അവരുടെ വ്യവസായം കൊണ്ട് ഓടിപ്പോയില്ലേ? എന്തുകൊണ്ട് അവർ ഓടിപ്പോയത്? ഇനി അങ്ങനെ ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. അങ്ങനെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വന്ന് അറസ്റ്റ് ചെയ്യുമ്പോഴോ, അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നടപടി സ്വീകരിക്കുമ്പോഴോ, അന്വേഷണം നടക്കുമ്പോഴോ ഒക്കെ ആരെങ്കിലും അവരുടെ ഏതെങ്കിലും കടുത്ത നടപടിയിലേക്ക് പോകുന്നുണ്ടായിരുന്നെങ്കിൽ പത്മകുമാർ അങ്ങനെ പോകണ്ടേ? ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ചേർക്കപ്പെട്ടിട്ടുള്ള ആളുകൾ അങ്ങനെ ചെയ്യണ്ടേ? അപ്പോൾ സ്വാഭാവികമായും അതൊന്നുമല്ല ഇതിന്റെ രാഷ്ട്രീയം. ഞാനതിലേക്ക് കടക്കാത്ത അങ്ങനെ പോയ ആളുകളുടെ പേരുകളുണ്ട്. ദേശീയ തലത്തിൽ തന്നെ അശോക് ചൗഹാന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്, സുവേന്ദു അധികാരിയുടെ പേര് പറയുന്നുണ്ട്, മറ്റ് പല സംസ്ഥാനങ്ങളിലുള്ള രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ പറയുന്നുണ്ട്. അങ്ങനെയുള്ള പേരുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഡോക്ടർ ലാൽ, നിങ്ങൾക്ക് എന്ത് മോഹിച്ച് എന്ത് പ്രചരണവും നടത്താം. വാട്സാപ്പിലും പ്രചരിപ്പിക്കാം, ചാനലിലൂടെയും പറയാം, ഫേസ്ബുക്കിലൂടെയും പറയാം, സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാം. അതിനൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ ഞാൻ അങ്ങയുടെ അറിവിലേക്ക് അങ്ങക്ക് അറിയുന്ന കാര്യം തന്നെയാണല്ലോ ഞാൻ പേരെടുത്ത് പറയാത്തത്. ആ തരത്തിൽ നേരത്തെ മരണപ്പെട്ടിട്ടുള്ള ആളുകളുടെ വിശദാംശങ്ങൾ ഇവിടെ ചർച്ച ചെയ്യേണ്ടതില്ല എന്നുള്ളത് കൊണ്ടാണ്. കേരളത്തിൽ നിന്നുള്ള മലയാളികളായിട്ടുള്ള എത്രയോ വ്യവസായികൾ ഈ തരത്തിൽ ഡൽഹിയിൽ ആത്മഹത്യ ചെയ്തിട്ടുള്ള ആളുകളുണ്ട്, രാജ്യത്തിന് പുറത്ത് ആത്മഹത്യ ചെയ്തിട്ടുള്ള ആളുകളുണ്ട്, മരണം സംഭവിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങക്കറിയാമല്ലോ, അങ്ങ് കേരളത്തിലെ മുതിർന്ന മാധ്യമപ്രവർത്തകനല്ലേ. അപ്പോൾ അതൊന്നും രാഷ്ട്രീയപരമായോ സർക്കാർ തലത്തിലോ കൂട്ടിക്കുഴക്കേണ്ടതില്ല. അവരുടെ വ്യവസായ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി ഉണ്ടെങ്കിൽ ആ നടപടിയിൽ അദ്ദേഹത്തിന് ശ്രീ റോയിക്ക് മരണം സംഭവിച്ചു എന്നുള്ളത് ഞാൻ വീണ്ടും അത്യന്തം ദുഃഖകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിനൊരു തർക്കവും ആ കാര്യത്തിനകത്തില്ല. പക്ഷേ അതിനെ രാഷ്ട്രീയപരമായി കാണേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അഭിപ്രായം അത് തന്നെയാണ്. അത് സർക്കാർ തലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടെങ്കിൽ അത് ആ തരത്തിൽ തന്നെ പോകേണ്ടത്. ശരി, ഞാൻ തിരിച്ചു വരാം. ഡോക്ടർ VPP മുസ്തഫ, അങ്ങനെ കണ്ടാൽ മതിയോ? ഡോക്ടർ CJ റോയിയുടെ കാര്യത്തിൽ ഇത്ര വളരെ ലാഘവത്തോടു കൂടി തന്നെ നമുക്കത് എഴുതിത്തള്ളി കാത്തിരിക്കാം എന്ന നിലപാടെടുക്കേണ്ട ഒന്നാണോ? എന്താണ് ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് ഇന്ന് CPIM തന്നെ പറയാൻ കാരണം? ഇത് ആത്മഹത്യയല്ല, ഇത് സ്വയം വെടിവെച്ച് മരിച്ചതല്ല. കേന്ദ്ര ഭരണകൂടം അതിന്റെ അന്വേഷണ സംവിധാനങ്ങളെ ഉപയോഗിച്ച് വേട്ടയാടി കൊന്നതാണ്. നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ എത്രയോ സംഭവങ്ങൾ വ്യവസായ ലോകത്ത്, വിദ്യാഭ്യാസ ലോകത്ത് എല്ലാം നമ്മൾ കാണുകയല്ലേ. സാംസ്കാരിക ലോകത്ത് കേന്ദ്ര സർക്കാർ, ആ സർക്കാരിന് നേതൃത്വം നൽകുന്ന BJP, RSS, ഇവരെ വിമർശിക്കുന്നവർ, അവരുടെ ഇംഗിതത്തിന് വഴങ്ങാത്തവർ, അവർ പറയുന്നത് പോലെ മുട്ടുമടക്കി നിൽക്കാത്തവർ, അവർ ആവശ്യപ്പെടുന്ന ഫണ്ട് കൊടുക്കാത്തവർ, അവരെയെല്ലാം ഈ രാജ്യത്ത് വേട്ടയാടി കൊല്ലുകയാണ്. അതിന് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കും, സംഘപരിവാറിന്റെ ഗുണ്ടാ സംഘങ്ങളെ ഉപയോഗിക്കും. എന്തും അവർ ചെയ്യുമെന്ന് നമ്മുടെ രാജ്യത്ത് കാണുകയല്ലേ. അങ്ങനെ ഒരു അർദ്ധ ഫാസിസ്റ്റ് ഭരണ സംവിധാനമല്ലേ നമ്മുടെ രാജ്യത്തുള്ളത്. അതിന്റെ ഏറ്റവും ഒടുവിൽ വന്ന വാർത്ത മാത്രമല്ലേ CJ റോയിയുടെ ഈ മരണം എന്ന് പറയുന്നത്. അങ്ങനെ വേട്ടയാടി കൊന്നതല്ലേ. കർണാടകത്തിൽ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പല്ലേ VJ സിദ്ധാർത്ഥ്, കർണാടകത്തിലെ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവും ഒക്കെ ആയിരുന്ന SM കൃഷ്ണയുടെ മകളുടെ ഭർത്താവ്, ഞങ്ങളുടെ ജില്ലയിൽ കാസർഗോഡിന് തൊട്ടടുത്ത് നമ്മുടെ കേരള അതിർത്തിയിൽ മംഗലാപുരത്തെ നേത്രാവതി പാലത്തിൽ നിന്ന് ചാടിയിട്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. CJ റോയിയെ പോലെ തന്നെ
സ്വന്തം അധ്വാനം കൊണ്ട് വലിയൊരു ബിസിനസ് സാമ്രാജ്യം ഉണ്ടാക്കിയയാൾ, കഫേ കോഫി ഡേയുടെ ഉടമ, അങ്ങനെയൊക്കെ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥ വന്നത് എങ്ങനെയാ? ഇതേപോലെ ED-യുടെ വേട്ടയാടലായിരുന്നില്ലേ? അദ്ദേഹത്തിന്റെ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിച്ചു. അദ്ദേഹത്തിന്റെ പുതിയ സംരംഭങ്ങൾ അന്ന് മരവിപ്പിച്ചു. അതിനെ തുടർന്നുണ്ടായ വലിയ ഫിനാൻഷ്യൽ ക്രഞ്ച്, അദ്ദേഹം നേരിട്ട മാനസികാഘാതം, അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് ജില്ലക്കാരൻ കൂടിയായിട്ടുള്ള പ്രവാസി മാധ്യമ പ്രവർത്തകനായ അരുൺകുമാറുമായിട്ട് ഒരു 6 മാസം മുമ്പ് റോയ് നടത്തിയിട്ടുള്ള ഇന്റർവ്യൂ നമുക്ക് ഓൺലൈനിൽ 2 മാസമായിട്ട് ലഭ്യമാണല്ലോ സോഷ്യൽ മീഡിയയിൽ. അത് തീർച്ചയായിട്ടും അഡ്വക്കേറ്റ് കൃഷ്ണദാസും ചിലപ്പോൾ ഇന്നത്തെ ചർച്ചയ്ക്ക് വരുന്നതിന് വേണ്ടിയിട്ട് കണ്ടിട്ടുണ്ടാവുമല്ലോ. എത്ര ആഹ്ലാദഭരിതനായിട്ടാണ് 21 വർഷക്കാലം കൊണ്ട് താൻ പടുത്തുയർത്തിയ ഒരു വലിയ ബിസിനസ് സാമ്രാജ്യത്തെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നത്. ആ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഇന്നിപ്പോ ഈ മരണ വാർത്ത വന്നപ്പോൾ അരുൺകുമാർ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റ് ചിലപ്പോ ലാലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്താ അരുൺകുമാർ പറയുന്നത്? ആ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് അത് പോസ്റ്റ് ചെയ്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ റോയ് വിളിച്ചിട്ട് അരുൺകുമാറിനോട് പറയുകയാണ് അത് പോഡ്കാസ്റ്റിൽ നിന്ന് പിൻവലിക്കണം, തൽക്കാലം ഒന്ന് പിൻവലിക്കണം. ഇന്റർവ്യൂ ഒക്കെ മെച്ചമായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്, പക്ഷെ തൽക്കാലം ഒന്ന് പിൻവലിക്കണം. എന്തേ കാരണം? ED-യുടെ റെയ്ഡ് ഉണ്ട്. ഇതാണ് അദ്ദേഹം പറഞ്ഞ കാരണം, റോയ് പറഞ്ഞ കാരണം. ED-യുടെ റെയ്ഡ് ഉണ്ട്, അതൊരു പ്രയാസമാകണ്ട, നിങ്ങളൊന്ന് പിൻവലിക്കണം. അങ്ങനെ പിൻവലിച്ചത് പിന്നെ 2 മാസം കഴിഞ്ഞിട്ടാണ് വീണ്ടും അത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റോയ് തന്നെ വിളിച്ചു പറയുന്നത്. അപ്പോ അരുൺകുമാർ ചോദിക്കുന്നുണ്ട്, ED റെയ്ഡിന്റെ പ്രശ്നം തീർന്നോ? അത് അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ എന്ന് റോയ് പറഞ്ഞ കാര്യവും ഇന്ന് അരുൺകുമാർ അദ്ദേഹത്തിന്റെ FB പോസ്റ്റിൽ ഈ പഴയ ഇന്റർവ്യൂവും റോയുമായിട്ടുള്ള പരിചയവും എല്ലാം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കുറിച്ചിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തെ ബോധപൂർവം വേട്ടയാടുകയാണ് എന്ന് നമ്മുടെ മുന്നിൽ കാണുകയല്ലേ. അദ്ദേഹം ദുബായിൽ പുതിയ ഒരു സംരംഭം ആരംഭിക്കുന്നു. അതിനെ തുടർന്ന് അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി കഴിഞ്ഞ നവംബറിൽ 2025 നവംബറിൽ ഈ ദുബായ് പ്രോജക്ടിന്റെ ഭാഗമായി അവിടെ അദ്ദേഹം ഒരു ഇവന്റ് സംഘടിപ്പിച്ചിരുന്നു. ദുബായിൽ മലയാളികൾ ഉൾപ്പെടെ ധാരാളം പേർ, സിനിമാ ലോകത്തുള്ളവരൊക്കെ പങ്കെടുത്തിരുന്നു. അതിൽ പങ്കെടുത്തവരെയെല്ലാം കഴിഞ്ഞ കുറച്ചു മാസമായിട്ട് ED-യും IT-യും വിളിച്ച് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക. അതിന്റെ എല്ലാം തുടർച്ചയിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഇതുവരെ അദ്ദേഹം 21 വർഷമായി സ്വന്തമായിട്ട് ഈ ബിസിനസ് സംരംഭം തുടങ്ങിയിട്ട് ഒരു കേസും ഉണ്ടായിട്ടില്ല. ഒരു അന്വേഷണ ഏജൻസിക്കും അദ്ദേഹത്തിന്റെ പുറകെ പോകേണ്ടി വന്നിട്ടില്ല. എല്ലാ നിയമപരമായിട്ടുള്ള കാര്യങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ അദ്ദേഹത്തിന് 1 രൂപയുടെ ലോണില്ല. ഇന്നിപ്പോ അദ്ദേഹത്തിന്റെ സഹോദരൻ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയല്ലോ, 2000 കോടി രൂപയുടെ ആസ്തിയുള്ള ഈ ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തിയപ്പോൾ 1 രൂപയുടെ കടബാധ്യത ആ കോൺഫിഡന്റ് ഗ്രൂപ്പിനില്ല, റോയ്ക്ക് വ്യക്തിപരമായിട്ടില്ല. അദ്ദേഹം ഞാൻ ഈ പറഞ്ഞ ഈ അഭിമുഖത്തിൽ പറയുന്നത്, അരുൺകുമാറിനോട് പറയുന്നത്, 59 വയസ്സായി എനിക്ക്, ചെറിയ പ്രായമേ താരതമ്യമേ ആവുന്നുള്ളൂ, മധ്യവയസ്സിലേക്ക് കടന്നതേ ഉള്ളൂ, പക്ഷെ എനിക്ക് ഒരു സ്വപ്നവും ഇനി ബാക്കിയില്ല. എന്റെ എല്ലാ ഡ്രീംസും ഞാൻ യാഥാർത്ഥ്യമാക്കി കഴിഞ്ഞു, റിയാലിറ്റി ആക്കി കഴിഞ്ഞു. എനിക്ക് ഒരു സ്വപ്നവും ഇനി അവശേഷിക്കുന്നില്ല എന്നാണ്. അങ്ങനെ ചെറിയ പ്രായം കൊണ്ട് വലിയ നിലയിൽ തന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചെടുത്ത ഒരു മലയാളി ബന്ധമുള്ള സംരംഭകൻ. അത് രാജ്യം വളരുന്നു, വികസിത് ഭാരത് എന്ന് പറയുന്ന കേന്ദ്ര സർക്കാർ അഭിമാനപൂർവ്വം കൊണ്ടുനടക്കുകയല്ലേ വേണ്ടത്. അതിന് പകരം ഇവിടെ ഇപ്പൊ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി പറയുന്നത് എന്താ? നോക്കട്ടെ, വരട്ടെ, റിപ്പോർട്ട് നോക്കട്ടെ എന്നൊക്കെയല്ലേ. ഡോക്ടർ വി പി മുസ്തഫ, എന്തുകൊണ്ടാണ് ഇത് അന്വേഷണ ഏജൻസികളുടെ സമീപത്ത് വെച്ച് അല്ലെങ്കിൽ അവരുടെ കസ്റ്റഡിയിൽ നിൽക്കുമ്പോൾ ഇങ്ങനൊരു മരണം നടന്നത് സമഗ്രമായ അന്വേഷണത്തിലേക്ക് പോകേണ്ടതാണ്? അത് ഏതെങ്കിലും തരത്തിൽ തൻ്റെ ഏതോ കുറ്റകൃത്യം കണ്ടുപിടിച്ചതുകൊണ്ട് പെട്ടെന്നൊരു ആത്മഹത്യയിലേക്ക് പോകുന്നതായി മാത്രം എഴുതിത്തള്ളാനാകുന്നതല്ല. ഈ അന്വേഷണ ഏജൻസികളുടെ പ്രവർത്തികൾ സംശയനിഴലിലാകേണ്ടതുണ്ട് എന്ന് നിങ്ങളൊക്കെ പറയുന്നതിന് കാരണം എന്താണ്? ഞാൻ അതാ പറഞ്ഞത്, കഴിഞ്ഞ 10 വർഷത്തെ അനുഭവം നമ്മുടെ മുന്നിൽ നിൽക്കുകയല്ലേ. ഇത് ഏതെങ്കിലും തരത്തിൽ ഈ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നിയമപരമായിട്ടുള്ള വീഴ്ചകൾ ഉണ്ടായതാണെങ്കിൽ, പോരായ്മകൾ ഉണ്ടായതാണെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ഈ അന്വേഷണ ഏജൻസി കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നിശ്ചയം അദ്ദേഹത്തെ അടുത്തറിയുന്ന എല്ലാവരും പറയുന്നത്, ഇന്നലെ ഈ വിവരം വന്നുകൊണ്ട് സോഷ്യൽ മീഡിയയിലും ഇതുപോലെ മെയിൻ സ്ട്രീം മീഡിയയിലും എല്ലാം റോയിയെ അടുത്തറിയുന്നവരുടെ ധാരാളം ഇന്റർവ്യൂവും അവരുടെ അഭിപ്രായങ്ങളും എല്ലാം വരുന്നുണ്ടല്ലോ. അവരെല്ലാം പറയുന്നത്
ഈ ഗ്രൂപ്പിന്റെ പേര് മാത്രമല്ല കോൺഫിഡന്റ്, അതിന്റെ സ്ഥാപകനായിട്ടുള്ള അതിന്റെ നട്ടലായ CJ റോയ് ജീവിതത്തിലുടനീളം അങ്ങേയറ്റത്തെ കോൺഫിഡൻസ് ഉള്ള ഒരാളാണ്. അപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള ഈ നിയമപരമായിട്ടുള്ള വീഴ്ചകളാണ് കണ്ടെത്തിയെങ്കിൽ അതിന്റെ പേരിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യില്ല, അത് ഉറപ്പാണ് എന്നാണ് അവരെല്ലാം പറയുന്നത്. കാരണം അത് കൈകാര്യം ചെയ്യാനുള്ള നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം പാലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർ നോട്ടീസൊക്കെ കൊടുത്താൽ അതിന് മറുപടി നൽകാൻ അദ്ദേഹത്തിന് സാധിക്കും. അദ്ദേഹത്തിന് വേറെ യാതൊരു ബാധ്യതകളുമില്ല, വേറെ യാതൊരു ടെൻഷനുമില്ല. അദ്ദേഹത്തെ 6 ദിവസം മുമ്പ് കോഴിക്കോട്ട് കണ്ട അദ്ദേഹത്തിന്റെ മലയാളിയായ ഒരു സുഹൃത്ത് പറഞ്ഞല്ലോ, ലാലെ ഏറ്റവും വൈകാരിക കാര്യം ഈ 12-ാം തീയതി വന്നാൽ അദ്ദേഹത്തിന്റെ ബർത്ത്ഡേയുമാണ് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ 21-ാം വാർഷികവും. അത് ആഘോഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ 12 വർഷക്കാലമായിട്ടുള്ള സുഹൃത്ത്, മലയാളിയായിട്ടുള്ള സുഹൃത്തിനെ റോയ് ഏൽപ്പിച്ചിരുന്നു. ഏതാനും ദിവസം മുമ്പ് കോഴിക്കോട് വെച്ച് അവരത് കണ്ട് സംസാരിച്ചിരുന്നു. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു ഉമ്മാക്കി കാട്ടിയാൽ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇത്ര പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യൂ. അപ്പൊ അത് വിശ്വസനീയമല്ല. അപ്പൊ എന്താ പ്രശ്നം? അദ്ദേഹത്തെ പോലെ ആത്മാഭിമാനിയായ ഒരു മനുഷ്യന്റെ ആ അഭിമാനത്തെ ഈ അന്വേഷണ ഏജൻസി വിലക്ക് ചോദിച്ചിരിക്കുന്നു. അവിടെയാണ് ആ സമ്മർദ്ദം വന്നിരിക്കുന്നത്. ആ സമ്മർദ്ദം അതുപോലെ ആത്മാഭിമാനത്തോടെ താങ്ങാൻ കഴിയാത്തത് കൊണ്ടാണ് സാബു പാർട്ടിയും കൊണ്ട് NDA മുന്നണിയിലേക്ക് പോയത്. സാബു തന്നെ പറഞ്ഞല്ലോ, എനിക്ക് ED യുടെ നോട്ടീസ് വന്നിട്ടുണ്ട്, IT യുടെ നോട്ടീസ് വന്നിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോഴാണ് അദ്ദേഹം രാഷ്ട്രീയ മാറ്റം. എന്തുകൊണ്ട് ലാല് ചോദിച്ചതുപോലെ ഇത് ഇങ്ങനെ ചെയ്യും BJP അതിന്റെ ഭരണ സംവിധാനം എന്ന് പറയാൻ കഴിയുന്നതാ? ഇപ്പൊ അജിത് പവാർ മരിച്ചു, അദ്ദേഹത്തിനുള്ള എല്ലാ ആദരാഞ്ജലിയും. പക്ഷെ അജിത് പവാർ എന്ന് പറയുന്ന ഒരു മതനിരപേക്ഷവാദി എങ്ങനെയാണ് NDA ഗ്രൂപ്പിലേക്ക് എത്തിയത്, BJP പാളയത്തിൽ എത്തിയത്? അദ്ദേഹത്തിനെതിരെ 60,000-70,000 കോടിയുടെ അഴിമതി ആരോപണം ഉന്നയിച്ചിരുന്നത് കൃഷ്ണദാസെ നിങ്ങളുടെ നേതാവല്ലേ, അമിത്ഷാ അല്ലേ? മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ നേരത്തെ അജിത് പവാർ നിങ്ങളുടെ എതിർപക്ഷത്തുണ്ടായിരുന്നപ്പോൾ ആഭ്യന്തരമന്ത്രിയുടെ കസേരയിൽ ഇരുന്ന് ആക്ഷേപം ഉന്നയിച്ചത് ഈ അജിത് പവാർ 66,000 കോടി രൂപയുടെ അഴിമതി നടത്തിയിട്ടുണ്ട്, അതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ ED കേസുകൾ ഉണ്ടായിരുന്നില്ലേ? ആ അജിത് പവാർ നിങ്ങളുടെ മുന്നണിയിലേക്ക് വന്നപ്പോൾ ആ കേസുകൾ എന്തായി? നിങ്ങളൊന്ന് പറ, കൃഷ്ണദാസ് പറ, ആ കേസുകൾ എന്തായി? ഒറ്റ രാത്രി കൊണ്ട് നിങ്ങൾ എഴുതി തള്ളിയില്ലേ? അത് തന്നെയല്ലേ അജിത് പവാറും പറഞ്ഞത്, ഞാൻ BJP-യിൽ മുന്നണിയിലേക്ക് വന്നപ്പോൾ എന്റെ കേസുകൾ ആവിയായി പോയി. ഇപ്പൊ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ കൈയടക്കാൻ നിങ്ങളുടെ ട്രോജൻ കുതിരയാണല്ലോ അസാം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ. അദ്ദേഹം കോൺഗ്രസിലായിരുന്നില്ലേ, അല്ലാതെ RSSലൂടെ കൃഷ്ണദാസിനെയൊക്കെ പോലെ വന്ന ഒരാളല്ലല്ലോ. എത്രയോ കാലം കോൺഗ്രസ് ആയിരുന്നില്ലേ, കോൺഗ്രസിന്റെ ആസാമിലെ പ്രാമാണികനായ നേതാവായിരുന്നില്ലേ? അന്ന് നിങ്ങൾ BJP ആ കോൺഗ്രസുകാരനായ ഹിമന്ത് ബിശ്വ ശർമ്മക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ എന്താ? നിങ്ങളുടെ ഭരണം വന്നപ്പോൾ അദ്ദേഹത്തിനെതിരെ എടുത്ത കേസുകൾ എന്താ? ED-യുടെയും IT-യുടെയും എല്ലാം കേസുകൾ ഉണ്ടായിരുന്നില്ലേ? ആ ഹിമന്ത് ബിശ്വ ശർമ്മ കോൺഗ്രസ് വിട്ട് നിങ്ങളുടെ പാളയത്തിൽ വന്നപ്പോൾ ആ കേസുകൾ എവിടെ പോയി കൃഷ്ണദാസെ? അദ്ദേഹത്തിന്റെ അഴിമതിയെല്ലാം ആവിയായി പോയോ? അദ്ദേഹത്തെ പിടിച്ച് നിങ്ങൾ ആസാമിന്റെ മുഖ്യമന്ത്രിയാക്കിയില്ലേ? കടുത്ത നിലയിൽ വർഗീയ അതിക്രമം നടത്തുന്ന ഭരണാധികാരിയാക്കി മാറ്റിയില്ലേ? എവിടെ പോയി അതെല്ലാം? അങ്ങനെ എത്ര പേർ? ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച സിദ്ധാർത്ഥിന്റെ ഫാദറിൻലോ കർണാടകത്തിലെ മുൻ മുഖ്യമന്ത്രി SM കൃഷ്ണ, അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന കാലത്ത് BJP-യിലേക്ക് വരാനിടയായ സാഹചര്യം എന്താ? ഇങ്ങനെ നിങ്ങൾ തന്നെ പറഞ്ഞ രാഷ്ട്രീയത്തിൽ തന്നെ എടുത്തോ, വ്യവസായ ലോകം വിട്, രാഷ്ട്രീയത്തിൽ തന്നെ BJP-ക്കെതിരെ നിന്നിരുന്ന നിരവധി ആളുകൾ, നിങ്ങൾ അഴിമതിക്കാരും അങ്ങനെ ED-യുടെ റഡാറിലും കൊണ്ടുവന്നിരുന്ന ആളുകൾ, കേസുകൾ എടുത്തിരുന്നവർ, അവരെല്ലാം നിങ്ങളുടെ പക്ഷത്തേക്ക് വരികയും ആ കേസുകളെല്ലാം ആവിയായി പോവുകയും ചെയ്തില്ലേ? അപ്പൊ ഇത് നിങ്ങളുടെ ട്രാക്ക് റെക്കോർഡാ. കേന്ദ്ര ഭരണം ഉപയോഗിച്ച് നിങ്ങളുടെ ഏജൻസികളെ ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യുന്നു. അവിടെ നിൽക്കുന്നുണ്ടോ ലാലെ? എങ്ങനെയാ രോഹിത് വെമുല മരിച്ചത്? വ്യവസായ ലോകത്തും രാഷ്ട്രീയ ലോകത്തും ഇങ്ങനെയാണെങ്കിൽ മറ്റൊരു തരത്തിൽ ഹൈദരാബാദിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ ദളിത് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് എങ്ങനെയാ? ആത്മഹത്യ ഒരു സമരമാക്കിയ വിദ്യാർത്ഥി മാറ്റേണ്ടി വന്നത് എങ്ങനെയാ? ദളിത് വിദ്യാർത്ഥി. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടല്ലേ UGC-യുടെ ഇടപെടൽ വേണ്ടി വന്നത്? എങ്ങനെയാണ്? ഇതേ ബാംഗ്ലൂരിലല്ലേ ശരി മാധ്യമപ്രവർത്തകയായ ലങ്കേഷ് കറിനെ വെടിവെച്ചു കൊന്നത്? മുംബൈയിലല്ലേ ഗോവിന്ദ് ബൻസാരിയെ വെടിവെച്ചു കൊന്നത്? നിങ്ങളെ എതിർക്കുന്ന ആളുകളെല്ലാം നിങ്ങൾ ഇങ്ങനെ വേട്ടയാടും പലരെയും. അങ്ങനെയല്ലേ ബീഫിന്റെ പേരിൽ എത്രയാളെ കൊല്ലുന്നു? അപ്പൊ നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ സംഘപരിവാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ഭരണത്തിന്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കൊപ്പം നിൽക്കുന്നില്ലെങ്കിൽ വേട്ടയാടും എന്നുള്ളത് അനുഭവമാണ്. ഈ 10 വർഷം രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ശരി, അത്തരമൊരു ഘട്ടത്തിലേക്കാണോ
അത്തരമൊരു ഘട്ടത്തിലേക്കാണോ ഡോക്ടർ CJ റോയിയുടെ മരണത്തിനും എത്തി നിൽക്കേണ്ടി വന്നത് എന്നതാണ് ഇപ്പോൾ സംശയം ഉയർത്തുന്നത്. ഡോക്ടർ CJ റോയിക്കും ഇതുപോലെയുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടായോ എന്നതാണ് സംശയം. ഞാൻ വരാം ഡോക്ടർ VPP മുസ്തഫ. അഡ്വക്കേറ്റ് N. ലാൽകുമാർ, ട്രാക്ക് റെക്കോർഡിനെ കുറിച്ച് ഡോക്ടർ VPP മുസ്തഫ നേരത്തെ പറയുന്നുണ്ടായിരുന്നു. ട്രാക്ക് റെക്കോർഡ് നോക്കിയാൽ CJ റോയ് ഏറ്റവും നല്ല ഒരു വ്യവസായിയാണ്. അദ്ദേഹം വളർന്നെത്തിയ പടവുകൾ നമുക്കറിയാം, നമ്മൾ ഇതിനകം കേട്ടതൊക്കെ ആണ് കാര്യങ്ങൾ. അതേസമയം അന്വേഷണ ഏജൻസികളിലെ ഉദ്യോഗസ്ഥർ മിടുക്കന്മാരൊക്കെ ആകാം, അവർ നല്ല സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ആകാം. പക്ഷേ അവരെ കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നല്ല ട്രാക്ക് റെക്കോർഡിലല്ല. അവർക്ക് ചില നിക്ഷിപ്ത താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ഇത്തരം ഏജൻസികളെ ഉപയോഗിക്കുന്നതാണ് കാണുന്നത്. ആ സമ്മർദ്ദത്തിൽപ്പെട്ട് ചിലർ അവരുടെ വഴി മാറുന്നു, ചിലർ അവരുടെ ജീവൻ അടിയറവ് വയ്ക്കുന്നു, ജീവൻ പണയം വെക്കുന്നു, അപ്പോൾ ജീവൻ ഒടുക്കേണ്ടി വരുന്നു എന്നതാണ്. ഡോക്ടർ CJ റോയ്ക്ക് ഇതിലേതാണ് സംഭവിച്ചത് എന്നത് അന്വേഷിക്കേണ്ടതുണ്ടോ അങ്ങനെയാണെങ്കിൽ? നോക്കൂ, നമ്മുടെ മുന്നിൽ ഉള്ള വിവരങ്ങൾ അത് അദ്ദേഹത്തിൻ്റെ നിര്യാതനായ അദ്ദേഹത്തിൻ്റെ ഫാമിലി പറഞ്ഞ ഡീറ്റെയിൽസാണ്. ആ ഫാമിലി പറഞ്ഞത് അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നു എന്നാണ്. അത് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഒരാളുടെ പേരെടുത്ത് പറഞ്ഞു, ഇന്ന ആൾ കാരണമാണ് ഇവിടെ പകുതി കൂടുതൽ പ്രശ്നങ്ങളുണ്ടായിരിക്കുന്നത്, യഥാർത്ഥത്തിൽ അദ്ദേഹം ഉപദ്രവിച്ചിരുന്നു എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞിരിക്കുന്നു. ആ ഓഫീസർക്കെതിരെ അന്വേഷണം കൃത്യമായി നടക്കേണ്ടതായിട്ടുണ്ട്. നോക്കൂ, ഈ VPP പറഞ്ഞ ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം, ഇദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് നല്ലതാണ് എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ്. കാര്യം അദ്ദേഹത്തിനെതിരെ ഒരു കറപ്ഷനോ അല്ലെങ്കിൽ ഈ പറയുന്ന EDയുടെയോ IT-യുടെയോ ഒന്നും ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇറ്റ് ഹാസൻ ഹാപ്പൻ ബിഫോർ. അപ്പോൾ അങ്ങനെ നിൽക്കേ ഇപ്പം പെട്ടെന്ന് പൊടുന്നനെ ഒരു കാര്യം 1-2 മാസമായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നത് നമ്മളെ സംശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അവിടെ IT ഡിപ്പാർട്ട്മെൻറ്റ് കൃത്യമായി ഒരു എക്സ്പ്ലനേഷൻ തരേണ്ടതായിട്ടുണ്ട്, എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത്. ആ ഇന്നലെ അവിടെ അല്ലെ കഴിഞ്ഞ ദിവസം ആ മരണപ്പെട്ട ദിവസത്തിൽ എന്താണ് അവിടെ വ്യക്തമായി നടന്നതെന്നുള്ള ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വേർഷൻ ദേ ഷുഡ് എക്സ്പ്ലെയിൻ ടു പീപ്പിൾ. അതല്ലാതെ ഒരു മാർഗ്ഗവുമില്ല, അത് ചെയ്തേ പറ്റൂ. ഒന്നത്. അതിനു മുമ്പ് അതിന് ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട്. എന്ത് അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തിനെ ഇവർ ചേസ് ചെയ്തത്? ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഡിസംബറിൽ 3 ദിവസം അദ്ദേഹത്തിൻ്റെ അവിടെ റെയ്ഡ് ഉണ്ടായിരുന്നു. അതുപോലെ ഈ റെയ്ഡിന് മുമ്പ് അദ്ദേഹത്തിനെ ദുബായിൽ നിന്ന് വിളിച്ചു വരുത്തുകയായിരുന്നു. അപ്പം അങ്ങനെ റെയ്ഡ് ചെയ്യത്തക്ക രീതിയിൽ എന്ത് മിസ്അപ്രോപ്രിയേഷനാണ് അദ്ദേഹം നടത്തിയത്? കാര്യം ഇത്രയും ഇംപക്കബിൾ ട്രാക്ക് റെക്കോർഡ് ഉണ്ട് എന്ന് പറയുന്ന ഒരാൾക്ക് ഈ എവിടെയാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് ഇദ്ദേഹത്തിനെ ചേസ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് തോന്നിയത്? എന്ത് അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തിനെതിരെ മൂവ് ചെയ്തതെന്നുള്ളത് ദേ ഹാവ് ടു എക്സ്പ്ലെയിൻ ടു ദ പീപ്പിൾ. അതിനകത്തും ഒരു മാറ്റവുമില്ല. പിന്നെ താങ്കൾ ചോദിച്ച അല്ലെങ്കിൽ VPP വളരെ വിശാലമായി പറഞ്ഞൊരു കാര്യം ഏജൻസികളെ ഉപയോഗിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്. നോക്കൂ, ഏജൻസികളെ കാലാകാലങ്ങളിൽ ഇരിക്കുന്ന സർക്കാർ ഉപയോഗിക്കുന്ന ഒരു രീതി നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഇപ്പം CBI-യുമായി ബന്ധപ്പെട്ട് അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന, കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന കാലത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന അൽത്തമാസ് കബീർ അദ്ദേഹം പറഞ്ഞത് ഇതൊരു കേജ്ഡ് പാരറ്റ് എന്നുള്ളതാണ്. ആ പ്രയോഗം പിന്നീട് സത്യത്തിൽ ഇപ്പം അത് ഏറ്റവും കൂടുതൽ ഇണങ്ങുക EDക്കാണ്. ഈ ED എന്ന് പറയുന്ന സംവിധാനം ഈ ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോയിട്ട് പരമാവധി ഗ്രില്ല് ചെയ്ത് മൊഴിയെടുക്കുക. ഏതേലും രീതിയിൽ ആ മൊഴി ഒരാൾക്കെതിരെ കിട്ടുകയാണെങ്കിൽ ആ മൊഴിക്ക് പ്രൊബേറ്റീവ് വാല്യൂ, എവിഡൻറ്ററി വാല്യൂ ഉണ്ട്. കാരണം നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരാൾ പോലീസിൽ കൊടുക്കുന്ന മൊഴിക്ക് വലിയ വിലയില്ല. പക്ഷേ ഈ എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുക്കുന്ന മൊഴിക്ക് അതിന് എവിഡൻറ്ററി വാല്യൂ ഉണ്ട്, പ്രൊബേറ്റീവ് ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഇവരെ കൊണ്ട് പറയിക്കുക. ഇപ്പോൾ നമുക്ക് ശിവശങ്കറിനെ, കേരളത്തിലെ ഉദ്യോഗസ്ഥനായിരുന്നു ശിവശങ്കറിനെ വിളിച്ച് ഗ്രില്ല് ചെയ്ത് നമ്മൾ കണ്ടതാണ്. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ നമ്മൾ പറഞ്ഞെങ്കിലും എന്താണിപ്പോൾ നടക്കുന്നത്, ആ വിഷയത്തിൽ എന്താണ്, വാട്ട് ഹാസ് ഇവോൾവ്ഡ്, എന്തിനും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. ഇതാണ് സത്യം. അദ്ദേഹത്തെ ചുമ്മാ ഉപദ്രവിച്ചു എന്നുള്ളത് മാത്രമാണ് നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് പിടിച്ചുകൊണ്ട് പോയ ഉപദ്രവിച്ച ആ ഉദ്യോഗസ്ഥൻ്റെ കളി എപ്പോഴാണ്? എന്താണിത്? അതിനെ ആ കേന്ദ്ര സർക്കാർ കൺട്രോൾ ചെയ്യുന്ന ഒരാളാണല്ലോ അദ്ദേഹം. കേന്ദ്ര സർക്കാർ തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്തു ഇയാൾ ഏറ്റവും അഴിമതിയുള്ളൊരു ഓഫീസറാണെന്ന് പറഞ്ഞ് അയാളെ പുറത്താക്കുകയും ചെയ്തു. അതല്ലേ നടന്നത്? അപ്പോൾ അയാളെ പുറത്താക്കുന്ന സാഹചര്യം വന്നു. അപ്പോൾ ഇയാൾ ആ ഓഫീസിലിരുന്ന്
കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്തതും അല്ലെങ്കിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന പ്രശ്നങ്ങളും ഈ ഓരോ ദിവസം ചർച്ച ചെയ്യത്തക്ക രീതിയിൽ വന്നുകൊണ്ടിരുന്ന ഫീഡുകളും എത്ര ദുരുദ്ദേശത്തോടുകൂടി ഇടപെട്ടൊരു ഓഫീസറാണ് അയാളെ പുറത്താക്കേണ്ടി വന്നില്ലേ? അപ്പോൾ ഈ ഇരിക്കുന്ന ഈ ആൾ ഓക്യുപ്പൈ ചെയ്യുന്ന ഓഫീസിൻ്റെ ഒരു പ്രശ്നം അയാൾക്ക് മാനിപ്പുലേറ്റ് ചെയ്യാനും ബാക്കിയുള്ളവരെ ഉപദ്രവിക്കാനും ഉള്ള പൊട്ടൻഷ്യൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ദ ക്ലാസിക് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ മുന്നിലുള്ളത് ശിവശങ്കറാണ്. ആ ഓഫീസർ പുറത്തു പോയി എന്നുള്ളതാണ്. അപ്പോൾ ഇവർ ഈ പറയുന്ന ജീസസ് ക്രൈസ്റ്റിൻ്റെ മൈൻഡോടുകൂടി ഉള്ള ആൾക്കാരാണ് ഇൻവെസ്റ്റിഗേഷൻ ഏറ്റവും സുതാര്യമായി സത്യസന്ധമായി നടത്തുന്നതാണ് എന്ന് കരുതാൻ പാടില്ല. അങ്ങനെ പറ്റത്തേയില്ല. ഇതാണ് അതിനകത്ത് ഏറ്റവും പ്രോമിനൻ്റായിട്ട് നമ്മൾ സ്ട്രെസ് ചെയ്യേണ്ട ഒരു കാര്യം. നോക്കൂ, ഫാമിലി കൃത്യമായി പറഞ്ഞിരിക്കുന്നു, ഫാമിലിക്ക് ഇതിൽ പ്രശ്നങ്ങളുണ്ട്. നമ്മളിപ്പം CPIM പറയുന്നതോ കോൺഗ്രസ് പറയുന്നതോ ബാക്കിയുള്ളതൊക്കെ വിടൂ. ആ ഫാമിലി അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് അവർക്ക് നീതി കിട്ടണ്ടേ? കാര്യം ഇയാളുടെ ഓഫീസിൽ കയറി ചെന്നിട്ട് എന്താ നിങ്ങൾ റിക്കവർ ചെയ്ത്, വാട്ട് കൈൻഡ് ഓഫ് ഇറഗുലർ ആക്ടിവിറ്റി ദാറ്റ് ഹി ഹാസ് കണ്ടക്റ്റഡ്, ഇതൊക്കെ പറഞ്ഞാൽ മതിയാവും. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഏജൻസികളുമായി ബന്ധപ്പെട്ട് അത് വളരെ വ്യക്തമായി VPP പറയുന്ന ഒരു കാര്യമുണ്ടായി. VPP അത് വളരെ വിശാലമായി പറയുകയും ചെയ്തു. ഒരാൾക്ക് ഒരു ഏതേലും തരത്തിൽ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ആരോപണം ഉന്നയിച്ച് ED വിട്ട് ആ ED വിട്ട് ചേസ് ചെയ്യുന്ന പോയിന്റിൽ നേരെ അവർ കോൺഗ്രസിൻ്റെ പാളയത്തിലേക്ക് കയറും. ഈ പറയുന്ന ആൾ കോൺഗ്രസിൻ്റെ പാളയത്തിലേക്ക് കയറും, BJPയുടെ പാളയത്തിലേക്ക് കയറും, NDAയുടെ പാളയത്തിലേക്ക് കയറും. ആ NDAയുടെ പാളയത്തിലേക്ക് കയറുന്ന ആ പോയിന്റിൽ ഇമ്മീഡിയറ്റ്ലി ഇവർക്കെതിരെയുള്ള എല്ലാ ഇൻവെസ്റ്റിഗേഷനും സ്റ്റാൻഡ് സ്റ്റില്ലിലേക്ക് മാറും. അത് കഴിഞ്ഞ് ഒരു ഇൻവെസ്റ്റിഗേഷനും കണ്ടിന്യൂ ചെയ്തില്ല. ഏതാണ് ഇന്ത്യയിൽ അത് കഴിഞ്ഞും കണ്ടിന്യൂ ചെയ്യപ്പെട്ടിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ഏതാ ഉള്ളത്? അതെല്ലാം പോട്ടെ, വേറൊരു തിരിച്ച് ചിന്തിച്ച് നോക്കാം. BJP എന്ന് പറയുന്ന പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആർക്കെതിരെയാണ് ഇവിടെ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടുള്ളത്? ആർക്കെതിരെയും ED ഒരു നോട്ടീസ് കൊടുത്ത് വിളിക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ പറയുന്ന പവർ മാനേജ്മെൻറ്റ്, ഈ പറഞ്ഞ ഇവരുടെ മുന്നണി മാനേജ്മെൻറ്റ്, അലയൻസ് മാനേജ്മെൻറ്റ്, കോയിലേഷൻ ഗവൺമെൻറ് ഉള്ളിടത്ത് ആ കോയിലേഷൻ സെറ്റപ്പിനെ മാനേജ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ബോഡിയായി ഈ ഇൻകം ടാക്സും ED ഒക്കെ മാറി. അതുകൊണ്ടാണ് ഞാൻ ഒരു ഘട്ടത്തിൽ ഇവരെ ED വിളിച്ചുകൊണ്ടിരുന്നത് BJPയുടെ ഘടകകക്ഷിയെന്നാണ്. അങ്ങനെയാണ് അവർ ഫംഗ്ഷൻ ചെയ്യുന്നത്. നമുക്ക് പറയാതിരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഇങ്ങനെ ഒരു ദുരുദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്ന ആൾക്കാർ ഇപ്പോൾ അടുത്ത് വേറെ സർക്കാർ വരുന്നു, ഇവർക്കെതിരെ ഇതുപോലെ പണി തുടങ്ങുക. അതൊരു ആൻറ്റഗണിസ്റ്റിക് ലെവലിൽ ആൾക്കാരെ ഉപദ്രവിക്കുന്ന ഒരു ഏജൻസിയായി മാത്രം മാറുന്നല്ലാതെ ഇവർ ഒരിടത്തും ഇത് എത്തത്തില്ല. നോക്കൂ, ഇൻവെസ്റ്റിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട് എത്രയാണ് ഇവരുടെ സക്സസ് റേഷ്യോ? ഇവരുടെ സക്സസ് റേഷ്യോ ഒന്നും ഇല്ല. ഇവരെ ആൾക്കാരെ ശിക്ഷിക്കുന്നേ ഇല്ല. ചുമ്മാതെ ആൾക്കാരെ ഉപദ്രവിക്കുക. നമ്മൾ നോർമൽ കോഴ്സിൽ നമ്മൾ പറയുന്ന ഒരു പ്രയോഗമുണ്ട്, പ്രോസസ് ഇസ് ദ പണിഷ്മെൻ്റ് എന്ന്. ഇവിടെ സംഭവിക്കുന്നത് എക്സാക്ട്ലി ദ സെയിം. ദ പ്രോസസ് ഇസ് ദ പണിഷ്മെൻറ്റ്. ആൾക്കാരെ അങ്ങ് വീർപ്പ് മുട്ടിക്കുകയാണ്. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ കൺക്ലൂഡ് ചെയ്യാം. ഈ പറയുന്ന ഏജൻസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അദ്ദേഹം അപ്സെറ്റായിരുന്നു എന്നുള്ളത് ഫാമിലിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വിഷയമാണ്. ആ ഫാമിലിക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കണം. കൂടാതെ വേറെ ഏതെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കട്ടെ, അതിനും പ്രശ്നമൊന്നുമില്ല. അദ്ദേഹത്തിന് വേറെ ഇപ്പോൾ പറഞ്ഞ പോലെ വേറെ മെൻറ്റൽ അപ്സെറ്റ് ആക്കുന്ന രീതിയിൽ മെൻറ്റൽ ഇംബാലൻസിൻ്റെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ, പേഴ്സണൽ പ്ലെയിനിൽ നമുക്കറിയാൻ വയ്യാത്തത് എന്തെങ്കിലും ഉണ്ടോ, അതൊക്കെ അന്വേഷിച്ചോട്ടെ. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഷുഡ് ഗീവ് എ പ്രോപ്പർ എക്സ്പ്ലനേഷൻ. എന്താണ് അവിടെ സംഭവിച്ചത്, എന്തിനാണ് ഇദ്ദേഹത്തെ ചെയ്തത് എന്നത് ഞാൻ സംശയിക്കുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. ആ സംശയം എനിക്ക് തോന്നുന്നത് റീസണബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഏതേലും മറ്റ് കോർപ്പറേറ്റ്സ് ഇത് ഈ ഏജൻസി ഉപയോഗിക്കാനും പ്രഷറൈസ് ചെയ്യാനും ഇവരെ ഇടിച്ചുതാക്കാനും ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളതും നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. അത് നമ്മൾ ജാഗ്രതയോടുകൂടി തന്നെ കാണണം. കാര്യം ഈ കോർപ്പറേറ്റ് വേൾഡിൽ നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. യെസ്, അഡ്വക്കേറ്റ് കൃഷ്ണദാസ്, അതാണ് ട്രാക്ക് റെക്കോർഡ് മോശമാണ് സർ. അതായത് ആരുടെ ട്രാക്ക് റെക്കോർഡ്? അത് ഭരിക്കുന്ന എല്ലാ ഘട്ടത്തിലും കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട പലർക്കും ഉണ്ടെന്ന് ലാൽകുമാർ പറഞ്ഞു. നമ്മളിപ്പോൾ അതിൻ്റെ ചരിത്രത്തിലേക്ക് പോകണമെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടി ജനങ്ങൾക്ക് മുമ്പാകെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തകിടം മറിക്കുന്ന രീതിയിലുള്ള അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്നതാണ്. ഒരു ചെറിയ ഉദാഹരണം ഇവിടെ ചൂണ്ടിക്കാട്ടിയത് ഞാൻ താങ്കളുടെ മുമ്പാകെ വെക്കുകയാണ്. അജിത് പവാറിനെ കുറിച്ച് അദ്ദേഹം നിങ്ങളുടെ പാളയത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് എന്താണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്? നിങ്ങളുടെ നേതാവ് അമിത്ഷാ എന്താണ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്? അദ്ദേഹം നിങ്ങളുടെ പാളയത്തിലെത്തിയതിന് അടുത്ത ദിവസം അതൊക്കെ പോയോ?
എവിടെ എത്തിയ 66,000 കോടിയുടെയൊക്കെ അഴിമതിയുടെ ആരോപണത്തിൻ്റെ ബാക്കി തുടർ അന്വേഷണം? ബാക്കി കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് പറയണോ? ഡോക്ടർ ലാൽ, എനിക്ക് അഡ്വക്കേറ്റ് ലാൽകുമാർ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു പൊതുവായിട്ടുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഇൻഫർമേഷൻസും ശ്രീ VPP മുസ്തഫ പറഞ്ഞതിനെ ആഡ് ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളൊരു അദ്ദേഹത്തിൻ്റെ സമയം ഉപയോഗിച്ചിട്ടുള്ളത്. എനിക്ക് അദ്ദേഹത്തോട് പ്രത്യേകിച്ചൊന്നും ആൻസർ പറയാനില്ല. പക്ഷേ VPP മുസ്തഫയുടെ വാദത്തോട് എനിക്ക് അത്ഭുതമാണ് ഡോക്ടർ ലാൽ. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, നമുക്കെപ്പോഴും അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണല്ലോ ആ രീതി മറ്റുള്ളവർ തുടരുന്നുണ്ടോ, അങ്ങനെയാണോ മറ്റുള്ളവർ തുടരുന്നത് എന്ന് സംശയിക്കപ്പെടുക. VPP മുസ്തഫയ്ക്ക് അദ്ദേഹത്തിന് അതിന് കഴിയും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം CPM-ൻ്റെ സമുന്നതനായിട്ടുള്ള കേരളത്തിലെ നേതാവാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ജോസ് കെ മാണിയുടെ അനുഭവം നന്നായിട്ട് അറിയുന്നുണ്ടാവും. ജോസ് കെ മാണിയെക്കുറിച്ച് കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ശ്രീ VS നടത്തിയിട്ടുള്ള വളരെ പ്രസിദ്ധമായ അദ്ദേഹത്തിൻ്റെ പിതാവിനെ കുറിച്ച് നടത്തിയിട്ടുള്ള പ്രസംഗം നമ്മളെല്ലാം കേട്ടിട്ടുള്ളതല്ലേ? കള്ളൻ കള്ളൻ എന്ന് വിളിച്ച് എത്രയോ തവണ അഴിമതിക്കാരൻ അഴിമതിക്കാരൻ. എന്താ പറഞ്ഞത് അദ്ദേഹത്തെക്കുറിച്ചിട്ട്? മുൻ ധനകാര്യമന്ത്രിയെക്കുറിച്ചിട്ട് കേരളത്തിൻ്റെ എവിടെ നിൽക്കുന്നു KM മാണിയും KM മാണിയുടെ പാർട്ടിയും? ആരുടെ കൂടെയാണ് നിൽക്കുന്നത്? ഇനി ഞാൻ വേറൊരു കാര്യം VPP മുസ്തഫയെ ഓർമ്മിപ്പിക്കാൻ. ഈ ആന്തൂരിലെ സാജൻ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനുണ്ടല്ലോ, അദ്ദേഹം ഒരു ചെറിയ, ശ്രീ റോയിയെ പോലുള്ള ആളുകൾ വലിയ ബിസിനസ്സുകാരാണ്. ആന്തൂരിലെ സാജൻ അദ്ദേഹം ചെയ്തിട്ടുള്ള ജോലിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ചെറിയ പൈസ വെച്ചിട്ട് ഒരു ചെറിയ സ്ഥാപനം തുടങ്ങാൻ വേണ്ടി ഒരു ലൈസൻസിന് അപ്ലൈ ചെയ്തതാണ്. എവിടെയാണ് ആന്തൂരിലെ സാജൻ്റെ ജീവിത നിലവാരവും സ്ഥിതിയും എത്തിപ്പെട്ടത്? ശ്രീ VPP മുസ്തഫ കേരളത്തിലല്ലേ സംഭവിച്ചത്? VPP മുസ്തഫ ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിൽ ഒരു RDO എങ്ങനെയാണ് മരണപ്പെട്ടത് ഡോക്ടർ മുസ്തഫ? അതിലാരാണ് പ്രതി ചേർക്കപ്പെട്ടത്? എത്ര ദിവസം അറസ്റ്റ് ചെയ്യപ്പെട്ടത്? കൃഷ്ണദാസ്, താങ്കൾ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഞാൻ VPP മുസ്തഫയ്ക്ക് മുമ്പാകെ വെക്കുന്നു, അത് ഞാൻ കേൾപ്പിച്ചു. പക്ഷേ വലിയൊരു കാര്യമാണ് കൃഷ്ണദാസിന് മുമ്പിൽ ഞാൻ ഉയർത്തിയത്. ഞാൻ ഉയർത്തിപ്പോട്ടെ. ഞാനൊന്ന് ഉയർത്തിപ്പോട്ടെ. അങ്ങനെ നവീൻ ബാബു എന്ന് പറയുന്ന RDO എങ്ങനെയാണ് മരിച്ചത് ശ്രീ VPP മുസ്തഫ ഒന്ന് പറയൂ. പിന്നെ അങ്ങ് പറയുന്നത് വലിയ രാഷ്ട്രീയ വേട്ടയാടൽ നടത്തിയെന്നാണല്ലോ. TP ചന്ദ്രശേഖരൻ എങ്ങനെയാണ് മരണപ്പെട്ടത്? ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രീ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു പാവം എഴുത്തുകാരൻ, അദ്ദേഹത്തിന് പോലീസ് പ്രൊട്ടക്ഷൻ ബുക്ക് റിലീസ് ചെയ്യാൻ വേണം എന്ന് ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടത് എന്തുകൊണ്ടാണ് VPP മുസ്തഫ? ഇനി അങ്ങയുടെ മുൻപിൽ ഞാൻ ഒരു 100,000 ഉദാഹരണങ്ങൾ നിരത്താം. ഒരു വിദ്യാർത്ഥിയുടെ മരണവുമായി ശരി, ഇതൊക്കെ താങ്കൾ പറഞ്ഞോളൂ. താങ്കൾ പറഞ്ഞതൊക്കെ ഞാൻ കേൾപ്പിച്ചല്ലോ. പക്ഷെ എനിക്ക് അറിയേണ്ടത് അജിത് പവാറിന്റെ പേരിൽ പറഞ്ഞ 66,000 കോടി എവിടെ? ആ അഴിമതിയുടെ കാര്യങ്ങൾ എവിടെ നിങ്ങൾ കണ്ടെത്തി? അദ്ദേഹം ഇപ്പോൾ എവിടെയായിരുന്നു അതിനുശേഷം? എൻ്റെ ലാല്, ഈ തരത്തിലുള്ള പ്രചരണത്തിൽ ഈ വാട്സപ്പിൽ കാണുന്ന കാര്യങ്ങളും ഫേസ്ബുക്കിൽ കാണുന്ന കാര്യങ്ങളും വെച്ചുകൊണ്ട് നമ്മളൊരു ചാനൽ ചർച്ച നടത്താമോ? ഞാൻ അതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, ഇതിലൊരു രാഷ്ട്രീയവുമില്ല. ഇതിൽ കേരളം ഭരിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് അല്ലേ? ഒരു മലയാളിയല്ലേ മരണപ്പെട്ടിട്ടുള്ളത്? നിങ്ങൾ കർണാടകത്തിൽ പോയി അന്വേഷിക്ക്. സർ, എന്റെ ചോദ്യം അതല്ല ഇപ്പോ. അത് നമുക്ക് രണ്ടാമത് വരാം. അജിത് പവാറിനെ താങ്കൾ വിട്ടോ? അജിത് പവാറിന്റെ ചോദ്യം താങ്കൾ വിഴുങ്ങിയോ? അജിത് പവാറിന്റെ 66,000 കോടിയുടെ അഴിമതിയെക്കുറിച്ച് പറഞ്ഞ അമിത്ഷാ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഇത്ര പെട്ടെന്ന് മറന്നോ? അത് വാട്സപ്പിലെ വെറും മിഥ്യയായിരുന്നോ? എനിക്ക് തോന്നിയതാണോ അത്? ഞാൻ അതുകൊണ്ടല്ലേ നേരത്തെ ശ്രീ അച്യുതാനന്ദൻ്റെ കാര്യം സൂചിപ്പിച്ചത്. അദ്ദേഹമല്ലേ കേരളത്തിലെ സമുന്നതനായിട്ടുള്ള CPM-ന്റെ കേരളത്തിലെ എക്കാലത്തെയും പ്രഗത്ഭനായിട്ടുള്ള മുഖ്യമന്ത്രി? അതെനിക്ക് മനസ്സിലായില്ല. അമിത്ഷായുടെ ചോദ്യം ചോദിച്ചപ്പോൾ താങ്കൾ അതുകൊണ്ടല്ലേ VS-ന്റെ ഒരു പ്രസ്താവന കൊണ്ടുവന്നത്? ടാലിയായി പോയിക്കോട്ടെ എന്നാണോ? അതിന്റെ മറുപടി ഞാൻ VPP-യോട് ചോദിക്കാം. താങ്കൾ ഇതിന്റെ മറുപടി പറയൂ ആദ്യം. അജിത് പവാർ എങ്ങനെയാണ് ഈ വാഷിംഗ് മെഷീൻ ഇട്ടതുപോലെ വെളുത്തത്? മരണപ്പെട്ടു പോയ അദ്ദേഹത്തെ ഞാൻ അപഹസിക്കില്ല. അദ്ദേഹത്തെ എൻ്റെ മരണത്തിൽ നമ്മളൊക്കെ ദുഃഖിക്കുന്നുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ആ വിഷയത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും പരാതി കോൺഗ്രസ്സുകാർക്കോ ഈ CPM-കാർക്കോ അല്ലെങ്കിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റിനും ഉണ്ടെങ്കിൽ അവർക്ക് ഏതൊക്കെ കോടതിയിൽ പോകാമായിരുന്നു. അങ്ങനെ അജിത് പവാർ വലിയ അഴിമതിക്കാരനാണ്, കേസുണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കാമല്ലോ. അതിലാരെയെങ്കിലും കുറ്റവിമുക്തനാക്കിയോ ശ്രീലാൽ?
അതിൽ നടക്കുന്ന അന്വേഷണത്തെ സംബന്ധിച്ചോ അതിന്റെ നടപടികളെ സംബന്ധിച്ചോ അജിത് പവാറിനെ എപ്പോഴെങ്കിലും കുറ്റവിമുക്തനാക്കി അജിത് പവാർ പിന്നെ എന്തായിരുന്നു പിന്നീട് അജിത് പവാറിന്റെ പദവികൾ എന്തായിരുന്നു? അജിത് പവാറിനെ മാറ്റി നിർത്തിയോ നിങ്ങൾ? അദ്ദേഹത്തിന്റെ പാർട്ടിയെ നിങ്ങൾ നിങ്ങളുടെ ഘടകകക്ഷിയാക്കി, അദ്ദേഹത്തെ ഉപമുഖ്യമന്ത്രിയാക്കി, അദ്ദേഹത്തെ ഉപയോഗിച്ച് നിങ്ങൾ ഭരണം പിടിച്ചു. നിങ്ങൾ എന്തൊക്കെ ചെയ്തു? ഈ കാര്യത്തെക്കുറിച്ച് പിന്നെ മിണ്ടിയോ? എന്ത് അന്വേഷണം നടന്നു? അതിന്റെ തുടർ അന്വേഷണം എന്തായിരുന്നു? ഞാൻ അതുകൊണ്ടാണ് ലാലെ അതിൻ്റെ രാഷ്ട്രീയത്തിലേക്കൊന്നും കടക്കേണ്ടതില്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ശ്രീ ജോസ് കെ മാണിയുടെ കാര്യം അങ്ങയോട് സൂചിപ്പിച്ചത്. അപ്പോൾ അങ്ങേക്ക് താല്പര്യം അത് പറയാനല്ല, അങ്ങേക്ക് താല്പര്യം മറ്റു കാര്യങ്ങൾ ചോദിക്കാനാണ്. ഞാൻ ഡോക്ടർ റോയിയുടെ മരണത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ പ്രമുഖനായിട്ടുള്ള സംരംഭകനെ സംബന്ധിച്ച് അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ജീവഹാനിയെ സംബന്ധിച്ച് അതിനെ സംബന്ധിച്ച് കേരളത്തിലെ ഗവൺമെൻറ് അന്വേഷിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. കർണാടകത്തിൽ നിങ്ങളുടെ ഒപ്പം പക്ഷേ കേരളത്തിലെ ഗവൺമെന്റിനെ നയിക്കുന്ന പാർട്ടിക്കും രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾക്കും നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ നിയന്ത്രിക്കുന്ന ഏജൻസികൾ നിങ്ങൾ ദുരുപയോഗം ചെയ്യുന്നു. അതുപയോഗിച്ച് വ്യവസായികളുടെ ഇവിടുത്തെ സാഹചര്യങ്ങളെ നിങ്ങൾ അസന്തുലിതാവസ്ഥ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് ആ ഏജൻസികളെ ഉപയോഗിച്ചാണോ ഇദ്ദേഹത്തിന് ജീവഹാനി ഉണ്ടായത് എന്നത് കൂടി ഇപ്പോൾ അന്വേഷിക്കണം എന്നാണ്. അത് കേരളത്തിലെ ഗവൺമെന്റ് ആണോ അന്വേഷിക്കേണ്ടത്? അത് കേരളത്തിലെ ഗവൺമെന്റ് ആണോ അന്വേഷിക്കേണ്ടത്? അല്ലല്ല ലാലെ, നിങ്ങൾക്കിപ്പോൾ പേടിയുണ്ടാകും. അതിൻ്റെ കാരണം നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഈ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രചരണ പ്രതലം സൃഷ്ടിക്കണം. അതിൻ്റെ കാരണം ശബരിമലയിൽ ഇ ഡി നടത്തുന്ന അന്വേഷണമാണ്. അപ്പോൾ ശബരിമലയിൽ ഇ ഡിയും ഇൻകം ടാക്സും എല്ലാം ഇപ്പോൾ വലിയ കുഴപ്പക്കാരാണ് എന്ന് വരണമല്ലോ. നിങ്ങൾക്ക് അതിൻ്റെ പ്രചരണത്തിൻ്റെ തുടക്കമല്ലേ ഇത്? അപ്പോൾ ആ പ്രചരണത്തിന് ഇവിടെ ഒരു പുകമറ സൃഷ്ടിക്കണമെങ്കിൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട റോയിയുടെ മരണത്തെ സംബന്ധിച്ച് ഇവിടെ ആദ്യമേ തന്നെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കണം. അത് നിങ്ങൾ ചെയ്തോളൂ, നിങ്ങളുടെ രാഷ്ട്രീയം അതാണ്, നിങ്ങളത് ചെയ്തോളൂ, അതിൽ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷേ അതിൻ്റെ രാഷ്ട്രീയത്തെക്കാളൊക്കെ അപ്പുറത്തേക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വസ്തുതകൾ അന്വേഷിക്കേണ്ടത് കർണാടകത്തിലെ ഗവൺമെൻറ്റോ അദ്ദേഹത്തിൻ്റെ മരണത്തെ സംബന്ധിച്ച് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്തം കേരളത്തിലെ ഗവൺമെൻറ്റിനുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറിക്ക് സർക്കാരോട് ആവശ്യപ്പെടാമല്ലോ. കർണാടകത്തിലെ സർക്കാരുമായി കോൺഗ്രസ് സർക്കാരുമായി സഹകരിച്ചുകൊണ്ട് അതിൽ അന്വേഷണം നടത്തി കുറ്റക്കാരായിട്ടുള്ളവർ ശിക്ഷിക്കണം. ഡോക്ടർ VP മുസ്തഫ, ശബരിമലയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിപ്പോൾ റോയിയുടെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന്. രണ്ടാമത്തത്, നിങ്ങൾക്ക് അതിനകത്ത് പ്രശ്നമുണ്ടെങ്കിൽ കർണാടക ഗവൺമെന്റോ കേരള ഗവൺമെന്റോ അന്വേഷിച്ചാൽ പോരെ എന്നാണ്. മതിയോ? ശ്രീ കൃഷ്ണദാസ് രാജ്യം ഭരിക്കുന്ന കക്ഷിയുടെ വക്താവല്ലേ? ഞങ്ങളൊരു ചെറിയ സ്റ്റേറ്റിലെ ഭരിക്കുന്ന പാർട്ടിയുടെ മാത്രം പ്രതിനിധിയായിട്ടല്ലേ ഞാനിരിക്കുന്നത് കൃഷ്ണദാസെ? എന്നേക്കാൾ വലിയ നേതാവ് അങ്ങല്ലേ? എന്നിട്ട് അങ്ങ് എത്രമാത്രം പരിഹാസ്യമായ വാദങ്ങളാണ് ഇവിടെ പറയുന്നത്. ഈ തട്ടിന് മുട്ട് ഇതൊക്കെ നാട്ടിൽ പറയാറുണ്ട്, അതിനുപോലും യോജിക്കില്ല താങ്കൾ ഇവിടെ പറഞ്ഞത്. സർ VS അച്യുതാനന്ദൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന്റെ പാർട്ടി കേരളം ഭരിക്കുമ്പോൾ പ്രതിപക്ഷത്തായിരുന്നു KM മാണിയും KM മാണിയുടെ പാർട്ടിയും. VS അച്യുതാനന്ദനും അദ്ദേഹത്തിന്റെ പാർട്ടിയും ആ ഭരണം ഉപയോഗിച്ച് പ്രതിപക്ഷത്തിരുന്ന KM മാണിക്കെതിരെ എന്തെങ്കിലും ഒരു കേസെടുത്തോ? ഏതെങ്കിലും നിലയിൽ KM മാണിക്കെതിരെ അന്വേഷണം ഉണ്ടാക്കിയോ? ഏതെങ്കിലും നിലയിൽ അദ്ദേഹത്തിന് ഭരണം ഉപയോഗിച്ച് പ്രതിപക്ഷത്തിരിക്കുന്ന KM മാണിയുടെ മേൽ സമ്മർദ്ദം ഉണ്ടാക്കിയോ VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി? ഇല്ലല്ലോ. അദ്ദേഹത്തിന്റെ ഭരണം പോയി 2011 UDF കേരളത്തിൽ വന്നു. KM മാണി UDFന്റെ ഭാഗമായി മുഖ്യമന്ത്രിയായി. അന്ന് UDFനകത്ത് ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടായി. ബാർ ലൈസൻസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് UDFൽ കുഴപ്പമുണ്ടായി ഭരണകക്ഷിയിൽ. അതിന്റെ ഭാഗമായി ധനകാര്യമന്ത്രിയായ KM മാണിക്കെതിരെ UDFനകത്ത് നിന്ന് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ആരോപണങ്ങൾ ഉയർന്നു വന്നു. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ ആ കാര്യങ്ങൾ വിശദീകരിച്ചു. ഇതെങ്ങനെയാണ് കൃഷ്ണദാസ്? നിങ്ങൾ ഭരണത്തിലിരിക്കുമ്പോൾ നിങ്ങൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അദ്ദേഹത്തിന്റെ കീഴിലുള്ള അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് അജിത് പവാറിനെതിരെ കേസെടുക്കുകയും നിങ്ങളുടെ എതിർപക്ഷത്തുണ്ടായിരുന്ന അജിത് പവാറിനെതിരെ കേസെടുക്കുകയും എന്നിട്ട് ആ അജിത് പവാറിനെ സമ്മർദ്ദത്തിലാക്കി നിങ്ങളുടെ പക്ഷത്തെത്തിച്ചിട്ട് ആ കേസുകൾ അപ്പാടെ ഇല്ലാതാക്കി. ഇപ്പൊ കൃഷ്ണദാസ് ചോദിച്ചു അജിത് പവാറിന്റെ കേസ് അദ്ദേഹത്തെ കുറ്റവിമുക്തനായി. ആ കേസേ ഇല്ല കൃഷ്ണദാസെ, താങ്കളൊന്ന് പഠിച്ചു നോക്ക്. ആ കേസേ ഇല്ല. അപ്പൊ നിങ്ങളുടെ ഭരണം ഉപയോഗിച്ച് എതിർ രാഷ്ട്രീയത്തിലുള്ള ആൾക്കെതിരെ കേസെടുക്കുക, എന്നിട്ട് അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കി നിങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരിക, ആ കേസെ തള്ളിക്കളയുക. അതുപോലെ ഒന്നാണോ VS ചെയ്തത്? അല്ലല്ലോ. VS അങ്ങനെ KM മാണിക്കെതിരെ കേസെടുത്തത് അദ്ദേഹത്തെ കള്ളനെന്ന് വിളിച്ചതല്ലല്ലോ. അദ്ദേഹം മന്ത്രിയായിരുന്ന UDF ഭരണകാലത്ത് അവർക്കിടയിലെ കുഴപ്പത്തിന്റെ ഭാഗമായിട്ട് കോൺഗ്രസുകാർ ആ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവ് അത് പറയില്ലേ? അതിലെന്താണ് പക്ഷേ
ഇനി ആന്തൂരിലെ കെട്ടിടമുടമയുടെ മരണം നിങ്ങൾ ഉൾപ്പെടെ BJP ഉൾപ്പെടെ വലിയ നിലയിൽ ആഘോഷിച്ചു. നിങ്ങളുടെ കയ്യിലുള്ള മാധ്യമങ്ങളെ ഉപയോഗിച്ചിട്ട് അവിടുത്തെ നഗരസഭ, CPM ഭരിക്കുന്ന നഗരസഭ ആ ഓഡിറ്റോറിയത്തിന് ഒക്കുപേഷൻ കൊടുക്കാത്തത് കൊണ്ടാണ് ആത്മഹത്യ. പോലീസ് കേസായി, അന്വേഷണം നടന്നു, അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കോടതിയിലെത്തി, കുറ്റപത്രം കോടതിയിലെത്തി. ആന്തൂർ നഗരസഭയുടെ അന്നത്തെ ചെയർപേഴ്സൺ CPM നേതാവ് ആ കേസിൽ പ്രതിയായോ? അവിടുത്തെ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ പ്രതിയായോ? നിങ്ങളെല്ലാം പ്രചരിപ്പിച്ചതുപോലെ ഈ കെട്ടിടത്തിന്റെ ഒക്കുപേഷൻ ലഭിക്കാത്തതല്ല, വേറെ ചില പ്രശ്നങ്ങളാണ് അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് നയിച്ചത്. ആ കുറ്റപത്രം കോടതിയിൽ കിടക്കുകയല്ലേ? ഇനി അത് LDF ഭരണം ഉപയോഗിച്ച് ഞങ്ങൾ ആ കേസ് അട്ടിമറിച്ചതാണെങ്കിൽ നിങ്ങൾക്ക് CBI ഇല്ലേ, കേന്ദ്ര ഏജൻസികളിലെ എവിടെയും നിങ്ങൾ ഇടിച്ചു കയറുമല്ലോ. എന്തേ നിങ്ങളുടെ അന്വേഷണ ഏജൻസികൾ എന്ന ആ കേസിന്റെ പുറകെ പോവാത്തത്? ഞങ്ങൾ ആ കേസ് അട്ടിമറിച്ചതാണെങ്കിൽ, ഞങ്ങളുടെ നേതാക്കളെ രക്ഷിച്ചതാണെങ്കിൽ, അന്വേഷണം നടന്ന് റിപ്പോർട്ട് വന്നൊരു കേസ് താങ്കൾ ഒരു വക്കീൽ കൂടിയല്ലേ, എന്നിട്ട് എങ്ങനെയാ ഇത് പറയാൻ വേണ്ടി കഴിയുന്നത്? ഇപ്പോ മൂന്നാമത്തെ കേസ് താങ്കൾ പറഞ്ഞ RDOയുടെ മരണം, അതിൽ അദ്ദേഹത്തിന്റെ വിധവ സുപ്രീം കോടതി വരെ പോയില്ലേ കൃഷ്ണദാസ് വക്കീല്, CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞിട്ട്? എന്താ സുപ്രീം കോടതി പറഞ്ഞത്? എന്താ ഹൈക്കോടതി പറഞ്ഞത്? കേരള പോലീസിന്റെ അന്വേഷണം മതി, നീതിപൂർവമാണ്, കൃത്യമായിട്ട് അതിന്റെ കുറ്റപത്രവും നൽകിയില്ലേ? ഇതിലെവിടെയെങ്കിലും ഞങ്ങൾ ഈ ഭരണവും പോലീസും വിജിലൻസിനെയും ഉപയോഗിച്ച് ആരെയെങ്കിലും വേട്ടയാടിയോ? ആരെയെങ്കിലും സമ്മർദ്ദത്തിലാക്കി ഞങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചോ? ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ താങ്കൾ ഇപ്പോ മറുവാദം പോലെ പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ പറയുന്നത് തട്ടിന് മുട്ട് പറയാൻ ശ്രമിച്ചതാണ്. ഒന്നും നിലനിൽക്കുന്നതല്ല കൃഷ്ണദാസെ, എല്ലാം നിങ്ങളുടെ വെറും കേവലമായ രാഷ്ട്രീയ ആരോപണം. എന്നാൽ അജിത് പവാറിനെതിരെ അങ്ങനെയല്ല. നിങ്ങളുടെ ഭരണത്തിൽ കേസ് എടുത്തതാണ്, നിങ്ങളുടെ ഭരണത്തിൽ എടുത്തത്, കോൺഗ്രസ് ഭരണത്തിൽ എടുത്തതല്ല. ആ കേസുകൾ നിങ്ങളുടെ ഭരണത്തിൽ തന്നെ ഇല്ലാതാക്കുന്നു. ഹിമന്ത് ബിശ്വ ശർമ്മ, അദ്ദേഹം കോൺഗ്രസ് നേതാവായിരുന്നു, കോൺഗ്രസ് ഭരണത്തിൽ അദ്ദേഹത്തിനെതിരെ കേസെടുത്തിട്ടില്ലല്ലോ. നിങ്ങളുടെ ഭരണത്തിലല്ലേ അദ്ദേഹം വലിയ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞിട്ട് കേസെടുത്തത്. ആ കേസുകൾ എവിടെ പോയി കൃഷ്ണദാസെ? അതിന് ആന്തൂരിലെ ഈ കേസ് പറഞ്ഞാൽ ഒക്കുമോ? അതിന് KM മാണി ഭരണത്തിലിരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തെ ആരോപിച്ചതുമായിട്ട് അതിനെ താരതമ്യം ചെയ്യാൻ കഴിയുമോ? നിങ്ങളുടെ ഭരണം ഉപയോഗിച്ച് നിങ്ങൾ കേസുകൾ എടുക്കുക, നിങ്ങൾ എതിർ രാഷ്ട്രീയക്കാർക്കെതിരെ, BJPയെ വിമർശിക്കുന്നവർക്കെതിരെ, എന്നിട്ട് അവരെ വഞ്ചിയിലാക്കാൻ ശ്രമിക്കുക. ഇതല്ലേ നടന്നിട്ടുള്ളത്. അപ്പൊ അത്തരം ഏറ്റവും ഹീനമായ കാര്യം അത് ഞാൻ പറയുന്നത് രാഷ്ട്രീയത്തിൽ മാത്രമല്ല, സാംസ്കാരിക രംഗത്ത് നിങ്ങൾ വേട്ടയാടിയില്ലേ? RSSന്റെ വർഗീയതയെ എതിർക്കുന്ന മനുഷ്യരെ മുഴുവൻ നിങ്ങൾ കൊന്നു തള്ളുകയല്ലേ? നിങ്ങള് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്ന മനുഷ്യരെ കൊന്നു തള്ളുകയല്ലേ? ആ ഹക്കിലാക്ക് UP-യിൽ 78 വയസ്സുകാരനെ വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയിട്ട് തല്ലിക്കൊന്നതല്ലേ? അറസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആ കേസ് എഴുതി തള്ളാനല്ലേ ആദിത്യനാഥിന്റെ ഗവൺമെന്റ് ആവശ്യപ്പെട്ടത്? അത് കോടതി അനുവദിച്ചില്ലല്ലോ. നിങ്ങൾ നോക്കി, ഇങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ ഇതല്ലേ നിങ്ങളുടെ ഭരണത്തിൽ നടക്കുന്നത്. എന്നിട്ട് അതിനെയൊക്കെ കേരളത്തിൽ നിങ്ങൾ ഗിമ്മിക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രാഷ്ട്രീയ യുവാക്കന്മാർ ക്ഷമിക്കുമോ? നിങ്ങൾ മാധ്യമങ്ങൾ ഭീഷണിപ്പെടുത്തിയില്ലേ? എത്ര മാധ്യമങ്ങൾ, NDTV എങ്ങനെയാ ഇപ്പോ അദാനിയുടെ കയ്യിലെത്തിയത്? നിഷ്പക്ഷമായിട്ട് മാധ്യമ പ്രവർത്തനം നടത്തുന്നതായിരുന്നില്ലേ? എങ്ങനെയാ എത്തിച്ചത്? നിങ്ങൾ ഈ മലയാളത്തിലെ മാധ്യമങ്ങളെ ഭീഷണിപ്പെടുത്തിയില്ലേ? അവരുടെ കാര്യങ്ങൾ പൂട്ടിക്കാൻ ശ്രമിച്ചില്ലേ? നിങ്ങളെ എതിർക്കുന്ന കൈരളിയെ വിളിച്ചില്ല, ബാക്കി എല്ലാരെയും വിളിച്ച് നിങ്ങൾ കോഴിക്കോട്ട് മീറ്റിംഗ് നടത്തിയില്ലേ? കേന്ദ്രമന്ത്രി വന്നിട്ട് എങ്ങനെയാ സമ്മർദ്ദത്തിലാക്കിയത്? ലാലെ ഇവിടെ കൈരളിയുടെ ഫ്ലോറിൽ പറയണമെന്നുള്ളതല്ല, ഈ റോയിയുടെ മരണം തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ ഉടമസ്ഥതയിലുള്ള ഏഷ്യാനെറ്റ് ചാനൽ റിപ്പോർട്ട് ചെയ്ത രീതി നിങ്ങൾ നോക്കിയോ? എത്ര സോഫ്റ്റ് ആയിട്ടാണ്. BJPക്കെതിരെ ഒരു വിമർശനമില്ല, കേന്ദ്ര ഭരണത്തിനെതിരെ ഒരു വിമർശനമില്ല. എത്ര സോഫ്റ്റ് ആയിട്ടാ ഏഷ്യാനെറ്റ് BJPയുടെ അധ്യക്ഷന്റെ ചാനൽ അതിനെ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ മുന്നിൽ നിങ്ങൾക്കിതിൽ യാതൊരു പങ്കാളിത്തവും ഇല്ലെങ്കിൽ എന്റെ BJP അധ്യക്ഷന്റെ ചാനൽ മറ്റ് ചാനലുകൾ മലയാളത്തിൽ നിന്ന് ചെയ്തതുപോലെ ഈ വിഷയത്തിൽ രൂക്ഷമായിട്ടുള്ള ഉയർന്നു വന്ന ഈ ആരോപണങ്ങളെ കുറിച്ച് വാർത്തയാക്കാനോ ആ ഹാർഡ്നെസ്സിൽ അതിനെ അവതരിപ്പിക്കാനോ തയ്യാറാകാത്തത്? കേരളത്തിലെ ഭരണത്തിന്റെ ഭാഗമായിട്ട് ഞാൻ അവസാനിപ്പിക്കാനല്ലാതെ കേരളത്തിലെ ഭരണത്തിന്റെ ഇടതുപക്ഷ ഭരണത്തിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒരു സംഭവം അതാണല്ലോ ഇവിടെ പെരുപ്പിച്ച് കാട്ടാൻ ഇപ്പോഴും കൃഷ്ണദാസ് ശ്രമിച്ചത്. നിങ്ങൾ ഭൂകമ്പമാക്കുമായിരുന്നില്ലേ? റോയിയുടെ മരണം കേരള പോലീസോ
കേരളത്തിന്റെ വിജിലൻസോ ഒക്കെ ആയിട്ട് പോയിട്ടാണ് നടന്നതെങ്കിൽ ഇവിടെ ഭൂകമ്പം ഉണ്ടാക്കുമായിരുന്നില്ലേ? നിങ്ങൾ നോക്ക്. എന്നിട്ട് ഇപ്പോ നടന്നതിനെ കുറിച്ച് എത്ര ലളിതമായിട്ടാണ് അദ്ദേഹം പറഞ്ഞു പോകാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഈ പറഞ്ഞ ഡോക്ടർ VPP പറഞ്ഞതുപോലെ ഒരുപക്ഷെ കൃഷ്ണദാസ് വളരെ ലളിതമായി ലാഘവത്തോടു കൂടി പറഞ്ഞതുപോലെ തന്നെയാണ് ലാൽകുമാർ. എനിക്ക് സമയം ഇപ്പോൾ ഇടവേളയ്ക്ക് മുമ്പ് കുറവാണ്, അതുകൊണ്ട് താങ്കൾ ചുരുക്കി ഒന്ന് ഇതിനോട് പറഞ്ഞാൽ, ഈ വളരെ ലാഘവത്തോടു കൂടി കാണുന്ന മാധ്യമങ്ങളുടെ ഒരു സഹായവും കൂടി BJPയുടെ നിലപാടുകൾക്കുണ്ട് ഈ കാര്യത്തിൽ. നേരോടുകൂടി ഭയമില്ലാതെ നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ വളരെ ലാഘവത്തോടു കൂടി കാര്യങ്ങളായി പോകുമെന്നുള്ളത് എനിക്കറിയില്ല. VPP പറഞ്ഞതനുസരിച്ച് നോക്കുമ്പോൾ ഈ കാര്യത്തിൽ CJ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയമായി ഏജൻസികളെ ദുരുപയോഗപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് സംശയിക്കണം BJPയുടെ മറുപടി കാണുമ്പോൾ എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, ഇവിടെ VPP പറഞ്ഞ ഏഷ്യാനെറ്റിൻ്റെ റിപ്പോർട്ടിങ്ങിൻ്റെ സ്റ്റൈലുമായി ബന്ധപ്പെട്ട് അത് സത്യം പറഞ്ഞാൽ വിമർശനാത്മകമായി കണ്ട ഒരു കാര്യമാണ്. അവർ നോക്കൂ, കേരളത്തിൽ ബാക്കിയുള്ള ഒരു ഉദാഹരണം, അർജുൻ എന്ന് പറഞ്ഞൊരു പയ്യൻ കർണാടകത്തിൽ പോയി വെള്ളത്തിൽ പോയിട്ട് മരിച്ചു. ഒരു ഭൂമി ഇടിഞ്ഞ് താഴെ വീണ്, അല്ലെങ്കിൽ ഒരു ലാൻഡ് സ്ലൈഡ്, ആസ് എ റിസൾട്ട് ഓഫ് എ ലാൻഡ് സ്ലൈഡ് അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെടുണ്ടായി. ഏതാണ്ട് ഒരു മാസം ഇവിടുത്തെ മാധ്യമങ്ങൾ വളരെ കൃത്യമായി അത് സെലിബ്രേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് മാറി. സെലിബ്രേഷൻ അവർ നടത്തിയത്. കാര്യം അവരുടെ TRP റേറ്റിംഗ് ഇൻടാക്റ്റ് ആക്കാനുള്ള ശ്രമം അവർ നടത്തിക്കൊണ്ടിരുന്നു. ആ വിഷയത്തിനെക്കാട്ടിലും സത്യത്തിൽ ഗൗരവം കൂടിയ വലിയ അറ്റൻഷൻ അർഹിക്കേണ്ട ഒരു വിഷയമായിരുന്നു ഇത്. വൈ? ബിക്കോസ് ആ ഫാമിലിയുടെ അലിഗേഷൻ എന്താ? ഫാമിലിക്ക് അലിഗേഷൻ ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ശല്യം ചെയ്തു എന്നാണ്. അങ്ങനാണെങ്കിൽ അതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കില്ലിംഗ് ആണ്. നമ്മൾ ഞാനൊരു ഇൻ്റർപ്രിട്ടേഷൻ നടത്തുന്നതാണ്. ഫാമിലിയുടെ അലിഗേഷൻ കറക്റ്റ് ആണെങ്കിൽ അതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കില്ലിംഗ് ആണ്. മറ്റേ അതുപോലല്ല. ഏഷ്യാനെറ്റ് ഒരു താല്പര്യമില്ല. റിപ്പോർട്ട് ചെയ്തോന്ന് വെച്ചാൽ റിപ്പോർട്ട് ചെയ്തു. പക്ഷേ ഏഷ്യാനെറ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് ഞാൻ സാന്ദർഭികമായി പറഞ്ഞു പോകാം. ഏഷ്യാനെറ്റിൽ എനിക്കൊന്ന് അദ്ദേഹം ഇന്ന് ന്യൂസ് 18 കൊടുത്ത ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പഴയ കാര്യം പറയുന്നുണ്ട്. അദ്ദേഹം എങ്ങനെയാണ് ഏഷ്യാനെറ്റിന് പരസ്യം കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ബിസിനസ് വലുതാക്കിയത്. ഏഷ്യാനെറ്റിന് ഒരുപാട് പൈസ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. 40 ലക്ഷത്തിൻ്റെ ഫ്ലാറ്റും. ഈ മീഡിയ ആണോ ആ മീഡിയ ആണോ എന്നൊന്നും എനിക്കറിയില്ല. ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിനെ കുറിച്ചാണ് പറഞ്ഞത്. വൺ ഈസ് ഏഷ്യാനെറ്റ് ന്യൂസ്, അനദർ ഈസ് സംതിങ് എൽസ്. പക്ഷേ ഏഷ്യാനെറ്റ് എന്ന് നമ്മൾ കേൾക്കുന്ന ഒരു സംവിധാനത്തിന് അദ്ദേഹം പണം കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കണ്ടിട്ടുമുണ്ട്. അപ്പം ഒരല്പം കൂടെയൊക്കെ വാർത്തയിലകത്ത് നീതി പുലർത്താമായിരുന്നോ എന്ന് ചോദിച്ചാൽ അവർക്ക് നീതി പുലർത്താമായിരുന്നു എന്നുള്ള ആ വിമർശനം വളരെ കറക്റ്റാണ്. യെസ്. പിന്നെ കൃഷ്ണേട്ടൻ പറയുന്ന, നോക്കൂ, സമീകരിക്കാൻ പറ്റാത്ത ഒരു വിഷയം ഇതിനകത്തുണ്ട്. കാര്യം ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതിൻ്റെ കില്ലിങ്ങിന് ഫാമിലി പറയുന്നത്. അതാണ് അടുത്ത പ്രശ്നം. ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിച്ച് വ്യക്തിയുടെ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ടല്ല. ഇത് ഒരിടത്ത് മാത്രം നടക്കുന്നതല്ല. ഈ രാജ്യത്ത് പലയിടത്തും പല ഘട്ടങ്ങളിലായി വീണ്ടും വീണ്ടും നടന്നുകൊണ്ടേയിരിക്കുന്നു എന്നത് ജനാധിപത്യത്തെ ചോദ്യം ചെയ്യുന്നൊരു വിഷയമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ ഉണ്ട്. അതിനെ നിങ്ങൾ ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്ത് ഇവിടുത്തെ ആൾക്കാരെ ഹണ്ട് ചെയ്യാനും ഹോണ്ട് ചെയ്യാനും ശ്രമിച്ചാൽ ജനാധിപത്യത്തിൻ്റെ ഭാവി എന്താകും എന്നുള്ള ചോദ്യം അവിടെ കിടക്കുന്നു. ഞാൻ നിർത്തി. യെസ്. അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ്, നോക്കൂ, ചില ചോദ്യങ്ങൾ ഇപ്പോഴും ഇവിടെ അവശേഷിക്കുന്നുണ്ട്. CJ റോയ് എന്ന വ്യവസായ പ്രമുഖൻ, അദ്ദേഹം മരിച്ചതുമായി ബന്ധപ്പെട്ട ആ കുടുംബം പറഞ്ഞ കാര്യങ്ങൾ, ഒരു ഓഫീസറുടെ പേര് പറഞ്ഞുകൊണ്ട് അന്വേഷണം വേണമെന്നാണ് ആവശ്യം വന്നത്. അതിൽ നിങ്ങളുടെ നിലപാട് അറിയേണ്ടതുണ്ട്. IT ഡിപ്പാർട്ട്മെൻറ്റ്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ചില കാര്യങ്ങൾ എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് ജനങ്ങളോട് തുറന്നു പറയേണ്ട കാര്യമുണ്ട്. അത് എത്രയും പെട്ടെന്ന് പറയാൻ നിങ്ങൾ മുൻകൈ എടുക്കേണ്ടതുണ്ട്. എന്തിനാണ് CJ റോയുടെ പിന്നാലെ പോയത് ഈ അടുത്ത ദിവസങ്ങളിലായി? അദ്ദേഹം നടത്തിയ മിസ്അപ്രോപ്രിയേഷൻ എന്തായിരുന്നു? BJPക്ക് കൂടുതൽ കാര്യങ്ങൾ ഇടപെട്ട് അന്വേഷണത്തെക്കുറിച്ച് പറയാൻ സാധിക്കുന്ന ഒരു പാർട്ടിയാണ്. മറുപടി എന്ത്? നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇൻകം ടാക്സിൻ്റെ ഒഫീഷ്യൽസോ ഇപ്പം തന്നെ അവരുടേതായിട്ടുള്ള ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നടന്നിട്ടുള്ള പരിശോധനകളെല്ലാം നിയമപരമായിട്ടുള്ള നടപടികളുടെ ഭാഗം മാത്രമായിരുന്നു. ഒരു തരത്തിലുള്ള ഒഫീഷ്യൽ
പ്രഷറും അദ്ദേഹത്തിന് കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ് അവരുടെ വെർഷനായി വന്നിട്ടുള്ളത്. നമുക്കറിയില്ല അതിനെ സംബന്ധിച്ച്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചത്, അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണോ സംഭവിച്ചിട്ടുള്ളത് അതിനെ സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടക്കണം. അതിൽ പോലീസ് അന്വേഷണമാണ് നടക്കേണ്ടത്. അത് ഇൻകം ടാക്സിനെ ചോദ്യം ചെയ്യണമെങ്കിൽ ഇൻകം ടാക്സിനെ ചോദ്യം ചെയ്യണം. ഇപ്പോൾ കേരളത്തിൽ ED ഓഫീഷ്യൽസിന് എതിരെ കേസെടുത്ത് ചോദ്യം ചെയ്തിട്ടില്ലേ? ED ഓഫീഷ്യൽസിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി കേരളത്തിലെ പോലീസ് പോയിട്ടില്ലേ? ED ഓഫീസിന് മുൻപിൽ പോലീസ് വണ്ടി പോയി കിടന്നിട്ടില്ലേ? അപ്പോൾ കേരളത്തിൽ മാത്രത്തിലുള്ള അപ്പോഴൊക്കെ നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു? കേരളത്തിലെ ഏതെങ്കിലും ഒരു സംഭവമായിരുന്നു ഇതെങ്കിൽ, കേരളത്തിലെ ഗവൺമെൻറ് കീഴിലുള്ള അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങളായിരുന്നുവെങ്കിൽ നിങ്ങൾ ഭൂകമ്പം ഉണ്ടാക്കുമായിരുന്നു എന്നാണ് ഡോക്ടർ VPP നേരത്തെ പറഞ്ഞത്. ഡോക്ടർ ലാല്, അത് മുസ്തഫ പറഞ്ഞാലും ലാല് പറഞ്ഞാലും ഞാൻ പറഞ്ഞാലും ആര് പറഞ്ഞാലും അഡ്വക്കേറ്റ് ലാല് പറഞ്ഞാലും ആര് പറഞ്ഞാലും ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ആ ഇഷ്യൂവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പാർട്ടികൾ പറയുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതിൽ രാഷ്ട്രീയം കലർത്തുന്നവർ രാഷ്ട്രീയം കലർത്തും. ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത്, BJPയുടെ അഭിപ്രായം പറയുന്നത്, സ്വാഭാവികമായും ആ തരത്തിൽ ആ കുടുംബത്തിന് അവരുടേതായിട്ടുള്ള ആവശ്യങ്ങളുണ്ടെങ്കിൽ അത് കൃത്യമായി അന്വേഷണം നടത്തി അത് പരിശോധിച്ച് അതിൻ്റെ കുഴപ്പങ്ങളുണ്ടെങ്കിൽ കുഴപ്പങ്ങൾ ഡോക്ടർ VPP ഇത്ര സ്വാഭാവികമായ ഒരു പ്രസ്താവന പാർട്ടിയുടെ നിലപാട് പറഞ്ഞാൽ മതിയോ? BJP ഇങ്ങനെ പറഞ്ഞാൽ മതിയോ? അല്ല, അവരങ്ങനെയേ പറയുള്ളൂ. അതിനപ്പുറത്ത് ശ്രീ കൃഷ്ണദാസിന് എന്തെങ്കിലും പറയാൻ പറ്റുമോ? നമുക്കറിയാലോ. കാരണം അദ്ദേഹത്തെയും വേട്ടയാടിക്കൊല്ലും. അതല്ലേ BJPയും അതിന്റെ സംവിധാനവും. ഇപ്പോ മലയാളിയായിരുന്ന ഗുജറാത്തിലെ DGP ശ്രീകുമാർ ഏതെല്ലാം നിലയിൽ വേട്ടയാടപ്പെട്ടു. അവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എത്ര വർഷമായി ജയിലിൽ കിടക്കുന്നു. കൃഷ്ണദാസ് അങ്ങനെ ആകാതിരിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി. കാരണം അല്ലെങ്കിൽ വേറെ ചിലതൊക്കെ സംഭവിക്കുമെന്നുള്ളത് നമ്മുടെ മുന്നിലെ അനുഭവമാണ്. 6600 കോടി രൂപയാണ് 2024-25 വർഷത്തിൽ BJPക്ക് ലഭിച്ച സംഭാവന. 6600 കോടി രൂപ. അതിൽ BJP മെമ്പർമാരിൽ നിന്നും മറ്റുമുള്ള സംഭാവന 15 കോടി രൂപയേ ഉള്ളൂ. നിങ്ങൾ കൊടുത്ത കണക്കാണ് കൃഷ്ണദാസെ. IT ഡിപ്പാർട്ട്മെന്റിനും ഇലക്ഷൻ കമ്മീഷനും BJP ഒഫീഷ്യലായി കൊടുത്ത കണക്കാണ്. എവിടുന്നാ നിങ്ങൾക്ക് ഈ 6600 കോടി രൂപ? 15 കോടി രൂപയെ നിങ്ങളുടെ മെമ്പർമാർ തന്നുള്ളൂ. ബാക്കി മുഴുവൻ ഇതുപോലെ രാജ്യത്തെ മുതലാളിമാരെയും ആളുകളെയും ഒന്നുകിൽ പ്രീണിപ്പിച്ചോ അല്ലെങ്കിൽ പ്രലോഭിപ്പിച്ചോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയോ നിങ്ങൾ കൈവശപ്പെടുത്തിയാണ്. അതിന്റെ ദുരന്തമാണ് കാസർഗോഡ് ജില്ലയിലെ, കണ്ണൂർ ജില്ലയിലെ NH66 മേഗാ കൺസ്ട്രക്ഷൻ കമ്പനി ഹൈദരാബാദ് നടത്തുന്നത്. 1400 കോടി രൂപയാണ് ആ മേഗാ കമ്പനിയിൽ നിന്ന് നിങ്ങൾ വാങ്ങിച്ചത്. ഈ BJPയുടെ ഫണ്ടിലേക്ക് ഇലക്ട്രൽ ബോണ്ട്. അവരിവിടെ ആ ഹൈവേയുടെ പണി ഇങ്ങനെ ഇഴഞ്ഞ് അത് ഏറ്റവും മോശമായ നിലയിൽ നടത്തുന്നു. നിങ്ങൾ ആക്ഷേപിക്കുന്ന ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി CPM ഭരണത്തിലുള്ളത്, അത് ഫസ്റ്റ് റീച്ച് തലപ്പാടി മുതൽ ചെർക്കള വരെ അത് പൂർത്തീകരിച്ച് 1 വർഷമായി അതിലൂടെ വാഹനങ്ങൾ ഓടുന്നു. ഇതാ നിങ്ങളുടെ ഭരണത്തിന്റെ മേന്മ. ശരി, നിങ്ങൾ എങ്ങനെയാണ് ആളുകളെ വേട്ടയാടുന്നത്? ലാൽകുമാർ ഒരു 30 സെക്കൻഡാണ്. താങ്കൾ നേരത്തെ ചോദിച്ച ചോദ്യങ്ങളെ അദ്ദേഹം വളരെ തന്ത്രപരമായി ഒഴിഞ്ഞു പോകുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷെ ആ ചോദ്യം ഞാനിപ്പോൾ ചോദിച്ചു, എന്താണ് ഓഫീസർക്കെതിരെയുള്ള അന്വേഷണത്തിൻ്റെ നിലപാടെന്ന്. താങ്കൾ കേട്ടല്ലോ ഉത്തരം. അല്ല, കൃഷ്ണേട്ടൻ അത് പോട്ടെ. കൃഷ്ണേട്ടൻ നമുക്ക് അങ്ങ് വെറുതെ വിടാം. കാര്യം നേരത്തെ പറഞ്ഞില്ലേ, കൃഷ്ണേട്ടനും തുടരണ്ടേ. അത് ഇവിടെ VPP പറഞ്ഞ ഒരു പോയിന്റിനകത്ത് ഒരു കാര്യം ഞാനൊന്ന് ഫില്ല് ചെയ്യാം. ഈ പറയുന്ന BJPക്ക് കിട്ടിയ ഫണ്ടുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വന്നല്ലോ. കോൺഗ്രസിൻ്റെ പ്രതിനിധി ഉണ്ടായിരുന്നേ പറയേണ്ടതാണ്. BJP പിരിച്ചെടുത്തതിനേക്കാട്ടിലും കൂടുതൽ രൂപ സോണിയാഗാന്ധിയുടെ മരുമോൻ BJP കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും കൂടെ ഞാനൊന്ന് ഓർപ്പിച്ച് ഞാൻ നിർത്തി. ശരി, അതൊരു പ്രധാനപ്പെട്ട ഒരു കേൾക്കാൻ കൊള്ളാവുന്ന ഒരു കൗതുക വസ്തുത കൂടിയായി നമുക്കത് ചേർക്കാം. പക്ഷേ കൗതുകമല്ല നമ്മൾ ചർച്ച ചെയ്തത്. ഈ രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യവസായി, മലയാളി വ്യവസായിയുടെ മരണം ആത്മഹത്യയാണോ അത് കൊലപാതകമാണോ എന്താണെന്നാണ് അറിയേണ്ടത്. CJ റോയ് നമുക്ക് വെറും ഒരു വ്യവസായിയല്ല, അദ്ദേഹം ലൈഫ് ഈസ് സെലിബ്രേഷൻ എന്ന് പറഞ്ഞ ഒരു സെലിബ്രിറ്റിയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി നടത്തിയ മാധ്യമങ്ങൾ ഇന്ന് മിണ്ടാതിരിക്കുകയാണ്. ഈ വാർത്ത എങ്ങനെയാണ് സോഫ്റ്റാക്കി കൊണ്ടുപോകാം എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. നമ്മുടെ ഒരു മലയാളി പയ്യൻ കർണാടകത്തിൽ കാണാതായി. അദ്ദേഹത്തെ നമ്മൾ 1 മാസം കഴിഞ്ഞ് ആ ശരീരം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ച് നമ്മളെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് 24 മണിക്കൂർ ചർച്ച ചെയ്ത് മുന്നോട്ട് പോയതുപോലെ, അർജുൻ്റെ കാര്യമാണ് പറഞ്ഞത്, അതുപോലെ CJ റോയ് എന്താണ് അദ്ദേഹത്തിന് പറ്റിയത് എന്നറിയാനായി 24 മണിക്കൂർ നമ്മൾ ഈ ചാനൽ തുറന്നു വെച്ച് എല്ലാ ചാനലുകളും ചർച്ച ചെയ്യേണ്ടതാണ്, മലയാളി ചാനലുകൾ. കാരണം അദ്ദേഹത്തിൻ്റെ പണം വാങ്ങി നടത്തിയ ചാനലുകളൊക്കെ അത് ചെയ്യുന്നുണ്ടോ എന്ന സംശയം ഉയരുമ്പോഴാണ് ഈ ആവശ്യം വരുന്നത്. വളരെ നന്ദി ഈ ചർച്ചയിൽ ചേർന്നത് ഡോക്ടർ VPP മുസ്തഫ,
അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, ഒപ്പം അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.